ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് പ്ലസ് ടുവിലെ CBSE ബോർഡ് എക്സാംസൊക്കെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബയോളജിയിൽ കൃത്യമായിട്ട് സ്മാർട്ടായിട്ട് റിവൈസ് ചെയ്ത് എല്ലാ പോയിൻറ്റ്സും റാക്കപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് റിവിഷൻസ് നടത്താൻ സഹായിക്കുന്ന ഒരു വീഡിയോ സീരീസാണിത്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ബയോളജിയിലെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതുപോലെ തന്നെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ തുടങ്ങിയ ചാപ്റ്റേഴ്സാണ്, ഇക്കോസിസ്റ്റം തുടങ്ങിയ ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററുകളിലെ പ്രധാനപ്പെട്ട ചില കോൺസെപ്റ്റുകളും ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് കടക്കാം, സമയം കളയാതെ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. You know that there are 20 different types of naturally occurring amino acids and 4 different types of bases in DNA. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. DNA. A combination of 3 such bases code for one specific amino acid. If instead there are 96 different amino acids and 12 different bases in the DNA, then the minimum number of combination of bases required to form a codon is. ഓക്കെ, ഇത് നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ജനറ്റിക് കോഡിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ജനറ്റിക് കോഡ് ട്രിപ്ലറ്റ് ആണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ആ ജനറ്റിക് കോഡ് ട്രിപ്ലറ്റ് ആണ് നമുക്ക് പറഞ്ഞു തന്ന സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ജോർജ് ഗാമോവ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്, ജോർജ് ഗാമോവ്. അപ്പോൾ ഈ ജോർജ് ഗാമോവ് ഈ ഒരു ഫൈൻഡിങ് അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ജോർജ് ഗാമോവ് അദ്ദേഹം ഒരു ഫിസിസ്റ്റ് ആയിരുന്നു അല്ലേ. അദ്ദേഹത്തിന് കെമിസ്ട്രിയോ ബയോളജി ഒന്നും അറിയത്തില്ല. അദ്ദേഹം ചില പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ തിയറിയുടെ ബേസിസിലാണ് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുന്നത് അല്ലേ. അതിന് പുള്ളി ചെയ്യുന്ന ഇതാണ്. നമുക്ക് നോർമലി ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് വിട്ടേക്കാം. നമുക്ക് നോർമലി പറയുകയാണെങ്കിൽ നമുക്ക് 20 അമിനോ ആസിഡ്സ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത് അല്ലേ. നമ്മുടെ ബോഡിക്ക് നമുക്ക് ഉള്ളത് 20 അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, 20 അമിനോ ആസിഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ mRNA-ക്കകത്തുള്ള ബേസ് എന്ന് പറയുന്നത് 4 എണ്ണമാണ് അല്ലേ. അഡിനിനുണ്ട്, ഗ്വാനിനുണ്ട്, സൈറ്റോസിനുണ്ട്, യുറാസിലുണ്ട്. ഓക്കെ, ഈ 4 ബേസസ് ആണ് നമ്മുടെ mRNA-ക്കകത്തുള്ളത്. അപ്പോൾ ഈ 4 ബേസുകൾ എന്തിന് കോഡ് ചെയ്യണം? 20 അമിനോ ആസിഡ്സിന് കോഡ് ചെയ്യണം. അപ്പോൾ ഒരെണ്ണം വെച്ചുള്ള കോഡാണെങ്കിൽ, അതായത് 4:1 ഓരോ ബേസും ഓരോ അമിനോ ആസിഡ്സിന് കോഡ് ആവുകയാണെങ്കിൽ എത്ര അമിനോ ആസിഡിനെ കോഡ് ആവത്തുള്ളൂ? 4 അമിനോ ആസിഡ്സിന് മാത്രമേ കോഡ് ആവത്തുള്ളൂ അല്ലേ. അപ്പോൾ 2 എണ്ണം വെച്ചുള്ള കോമ്പിനേഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് പറയാം 4:2 അല്ലേ. 4:2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 16 എണ്ണം വരും. പക്ഷേ അമിനോ ആസിഡ് എണ്ണം എത്രയുണ്ട്? അമിനോ ആസിഡ് എണ്ണം 20 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ അതുമല്ല. അപ്പം 2 എണ്ണം വെച്ചുള്ള കോമ്പിനേഷൻ എടുത്താലും ഇനി ഒരെണ്ണം മാത്രം എടുത്താൽ 4 അമിനോ ആസിഡിനെ കൊടുത്തുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ A ഒരു അമിനോ ആസിഡ് കോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ G ഒരു അമിനോ ആസിഡ് കോഡ് ചെയ്യുന്നു, C ഒരു അമിനോ ആസിഡിന് കോഡ് ചെയ്യുന്നു, U ഒരു അമിനോ ആസിഡിന് കോഡ് ചെയ്യുന്നു. അങ്ങനെ വന്നാൽ 4 അമിനോ ആസിഡ്സിനെ കോഡായുള്ളൂ. ഇനി 2 എണ്ണം വെച്ചുള്ള കോമ്പിനേഷൻ എടുക്കുകയാണ്, AG, GC, GC, CU, UA എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എടുക്കുക. 2 എണ്ണം വെച്ചുള്ള കോമ്പിനേഷൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 4:2 16 എണ്ണത്തിന് മാത്രമേ എന്താവത്തുള്ളൂ? കോഡ് ആവത്തുള്ളൂ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? 4:3 എടുക്കണം. 4:3 എടുത്തു കഴിയുമ്പോൾ അത് എത്ര വരുന്നു? 64 വരും അല്ലേ. 64 എത്രയുടെ മുകളിലാണ്? 20ന് മുകളിലാണ്. അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ട്രിപ്ലറ്റ് ആയിരിക്കും. അതിൽ ഈ 4 എന്താണ് മക്കളെ? വാട്ട് ഈസ് 4? 4 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബേസസ് ഇൻ mRNA. നമ്പർ ഓഫ് ബേസസ് ഇൻ mRNA. mRNA-ക്കകത്തുള്ള ബേസിൻ്റെ എണ്ണമാണ് എന്ന് പറയുന്നത് 4 എന്ന് പറയുന്നത്. 3 എന്താ? 3 എന്ന് പറയുന്നത് നമ്മുടെ ട്രിപ്ലറ്റ് കോഡാണ്, ട്രിപ്ലറ്റ് കോഡ് അല്ലേ. അതായത് 3 എണ്ണം വെച്ചുള്ള കോമ്പിനേഷൻ ആണെന്നുള്ളതാണ് ആ 3 ഇൻഡിക്കേറ്റ് ചെയ്യുക. അവിടെ 2 വന്നാലോ? 2 2 എണ്ണം വെച്ചുള്ള കോമ്പിനേഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ 2 കാര്യങ്ങൾ മാറ്റുകയാണ്. ഒന്ന്, അമിനോ ആസിഡിൻ്റെ എണ്ണം മാറ്റി. അമിനോ ആസിഡ് എണ്ണം എത്രയായിട്ട് മാറി? 96 ആയിട്ട് മാറി. അതായത് 20 അമിനോ ആസിഡ്സ് എന്നുള്ളത് എത്ര അമിനോ ആസിഡായിട്ട് മാറുന്നു? ക്വസ്റ്റ്യനിൽ 96 അമിനോ ആസിഡായിട്ട് മാറുന്നു. പിന്നീട് എന്താണ് മാറ്റം കൊണ്ടുവരുന്നത്? ഇനിയും 12 ഡിഫറെൻറ്റ് ബേസസ് ഇൻ DNA-ക്കകത്ത് 12 ഡിഫറെൻറ്റ് ബേസ്, അല്ലെങ്കിൽ നമ്മുടെ mRNA-ക്കകത്തുള്ള ബേസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 12 എണ്ണമാണെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ 4 ബേസസ് എന്നാണ് പറയുക അല്ലേ. ആ 4 ബേസസ് എന്നുള്ള എത്രയായിട്ട് മാറുന്നു? 12 ഡിഫറെൻറ്റ് ബേസസ് ആയിട്ട് മാറും അല്ലേ. അപ്പോൾ നമ്മൾ ജോർജ് ഗാമോവിൻ്റെ പ്രിൻസിപ്പിൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് എഴുതണം? ബേസിൽ 12 എഴുതണം. 12:1 ഓരോന്നും ഓരോ ബേസും ഓരോ അമിനോ ആസിഡിന് കോഡാകാമെന്ന് വിചാരിക്കാം. അപ്പോൾ 12:1 എന്ന് പറയുമ്പോൾ എത്ര എണ്ണേ വരത്തുള്ളൂ? 12 എണ്ണത്തിന് മാത്രമേ കോഡാവത്തുള്ളൂ അല്ലേ. അപ്പോൾ 12:2 എന്തെടുക്കണം? 12:2 എടുക്കണം. 2 എടുത്തു കഴിഞ്ഞാൽ എത്ര വരുന്നു? 12:2 എന്ന് പറയുന്നത് 144 ആണ് അല്ലേ. അപ്പോൾ 144 എന്ന് പറയുന്നത് എന്തിന് മുകളിലാണ്? 96ന് മുകളിലാണ്. അപ്പോൾ 144 96ന് മുകളിലായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാം എന്തായിരിക്കും നമ്മുടെ ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞാൽ ആ സാഹചര്യത്തിൽ 2 എണ്ണം വരുന്നതായിരിക്കും അല്ലേ. ഇനി 12:3 എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. കാരണം എന്താ? 12:3 എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിൻ്റെ ആവശ്യം, കാരണം നമ്മുടെ അമിനോ ആസിഡ് എണ്ണം 96 ആണ്. അതിൻ്റെ മുകളിൽ വന്നാൽ മതി, 96ഓ 97ഓ ആയാൽ മതി. മനസ്സിലാകുന്നുണ്ടോ? ഇത് 144 കിട്ടി അല്ലേ. അപ്പം നമുക്ക് പറയാം, ധൈര്യമായിട്ട് പറയാം നമ്മുടെ ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡബ്ലറ്റ് ആയിരിക്കും എന്ന് പറയാം അല്ലേ. മനസ്സിലാകുന്നുണ്ടോ? ജോർജ് ഗാമോവ് പറഞ്ഞ അതേ കോൺസെപ്റ്റ് നമ്മളിവിടെ നമ്പർ മാറ്റി ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്.
പറഞ്ഞ പിടികിട്ടുന്ന മക്കളെ നല്ലൊരു ക്വസ്റ്റൻ ആണിത്. കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരുന്ന കോൺസെപ്റ്റ് അപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചിരിക്കുകയാണ്. അത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഈ ക്വസ്റ്റൻ. അപ്പോൾ നമുക്ക് പറയാം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇതിൻ്റെ മിനിമം നമ്പർ ഓഫ് കോമ്പിനേഷൻ ഓഫ് ബേസസ് റിക്വയർഡ് ടു ഫോം എ കോഡൺ അത് എത്രയായിരിക്കും? 2 ആയിരിക്കും. 2 എണ്ണം മതി. മനസ്സിലായോ? ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? യെസ്, അത് നല്ലൊരു ക്വസ്റ്റൻ ആണ്. അത് കൃത്യമായിട്ട് ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ബോർഡ് എക്സാമിനും വരുന്നുണ്ട്, അതുപോലെ നീറ്റ് എക്സാമിനും ഇതേപോലത്തുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അടുത്തൊരു ചോദ്യം ഇതാണ്. Michelson and Stahl carried out an experiment to prove the nature of DNA replication. Recall the experiment and answer the following questions. നമുക്കറിയാം നമ്മുടെ മെസൽസൺ ആൻഡ് സ്റ്റോൾ നമ്മുടെ DNA റെപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണെന്ന് പറഞ്ഞത് ആരാണ്? സെമി കൺസർവേറ്റീവ് ആണെന്ന് പറഞ്ഞത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് അല്ലേ? അവർ ആ മോഡൽ പ്രപ്പോസ് ചെയ്യുമ്പോൾ തന്നെ അവരോട് ചോദിക്കുന്നുണ്ട്, മക്കളെ എങ്ങനെയാണിത് റെപ്ലിക്കേറ്റ് ചെയ്യുക? നമുക്കറിയാം നമ്മൾ DNA എന്ന് പറയുന്നത് DNAക്കോ അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലോ ബേസിക്കലി ഉണ്ടാവേണ്ട പ്രോപ്പർട്ടി നമ്മൾ കുറേ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. എബിലിറ്റി ടു റെപ്ലിക്കേറ്റ്, എബിലിറ്റി ടു മ്യൂട്ടേറ്റ്, എബിലിറ്റി ടു എന്താണ് എക്സ്പ്രസ് മെന്റേലിയൻ ക്യാരക്ടേഴ്സ്, സ്റ്റെബിലിറ്റി, ഇതൊക്കെ നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിലെ പ്രോപ്പർട്ടീസ് ആയിട്ട് വരേണ്ടതാണ്. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എബിലിറ്റി ടു റെപ്ലിക്കേറ്റ് ആണ്. അപ്പോൾ റെപ്ലിക്കേറ്റ് ചെയ്യാൻ എബിലിറ്റി ഉള്ള ഒരു ബയോമോളിക്യൂളിൽ മാത്രമേ എന്താവാൻ പറ്റത്തുള്ളൂ? നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആവാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ റെപ്ലിക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് സിമ്പിൾ സ്ട്രക്ചർ ആവുന്നതാണ് സൗകര്യം. ഒന്നുകിൽ ഒരു സർക്കുലർ സ്ട്രക്ചർ ആകാം, അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ സ്ട്രക്ചർ ആകാം, അല്ലെങ്കിൽ ട്രയാങ്കുലർ സ്ട്രക്ചർ ആകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ക്വയർ ആകാം. ഇങ്ങനത്തെ സിമ്പിൾ സ്ട്രക്ചർ ആണെങ്കിൽ മുറിയാൻ എളുപ്പമാണ്. പക്ഷേ ഈ വാട്സൺ ആൻഡ് ക്രിക്ക് അത് പ്രപ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഏണി പോലെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് പ്രപ്പോസ് ചെയ്യുന്നത്. പേടിച്ചു പോയി. മനസ്സിലാണോ? ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യും അല്ലേ? ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ തന്നെ പറഞ്ഞു അവർ DNA റെപ്ലിക്കേഷൻ ഈസ് സെമി കൺസർവേറ്റീവ് എന്ന് പറയുന്ന ഒരു സ്കീം അവർ പ്രപ്പോസ് ചെയ്യുകയാണ്. പറഞ്ഞതും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കീം അവർ പ്രപ്പോസ് ചെയ്യുകയാണ്. എങ്ങനെയാണ്, എന്താണ് സെമി കൺസർവേറ്റീവ് എന്ന് അവർ പറഞ്ഞു. പക്ഷേ അത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തത് മെസൽസൺ ആൻഡ് സ്റ്റോളും ടൈലറുമാണ്. മെസൽസൺ ആൻഡ് സ്റ്റോൾ ഇക്കോളയിൽ പ്രൂവ് ചെയ്യുന്നു, ടൈലറും കൊളീഗ്സും അത് വിസിയ ഫാബ അല്ലെങ്കിൽ ഫാബ ബീൻസ് എന്ന് പറയുന്ന പ്ലാന്റിലും അത് പ്രൂവ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ആ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? ആ എക്സ്പെരിമെന്റ് എന്താണ് അവർ ചെയ്യുന്നത്? അവർ ഇക്കോളയെ ബാക്ടീരിയ എടുക്കുന്നു, ഇക്കോള ബാക്ടീരിയ എടുത്തിട്ട് അതിൻ്റെ 2 സ്റ്റാൻഡ് എന്തായിട്ട് മാറുന്നു? ഹെവിയർ ആയിട്ട് മാറ്റുന്നു. N15 എന്ന് പറയുന്ന ഹെവി ഐസോട്ടോപ്പ് ഓഫ് നൈട്രജനിൽ ഇട്ട് അത് ഹെവിയർ ആക്കി മാറ്റുന്നു. എന്നിട്ട് ആ ഹെവിയർ ആയിട്ട് മാറ്റിയ ബാക്ടീരിയനെ അവർ ഇക്കോള ബാക്ടീരിയ അവർ എങ്ങോട്ട് മാറ്റുന്നു? അവർ നോർമൽ മീഡിയം N14 ഉള്ള മീഡിയത്തിലേക്ക് മാറ്റുന്നു. N14 ഉള്ള മീഡിയത്തിലേക്ക് മാറ്റി ആദ്യത്തെ 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അവർ അതിൻ്റെ DNA എടുത്ത് വെയിറ്റ് ചെയ്ത് നോക്കി അല്ലേ? വെയിറ്റ് എടുത്ത് നോക്കിയപ്പോൾ അതെന്താണ് പറയുക? അത് കിട്ടിയത് എന്താ? അത് ഹെവിയറും അല്ല ലൈറ്ററും അല്ല. പിന്നെ എന്താണ് മക്കളെ കിട്ടിയത്? ആഫ്റ്റർ 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ DNA എന്ന് പറയുന്നത് എന്തായിട്ട് അവർക്ക് കിട്ടി? ഹൈബ്രിഡ് ആയിട്ട് കിട്ടി. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് ഹെവിയർ DNA ആണ് ലൈറ്റർ DNA. ഏതാണ് ഹെവിയർ DNA? ഹെവിയർ DNA പേരന്റിന്റെ ആണ് അല്ലെ? ഇപ്പൊ പക്ഷെ അവർ ഇട്ടേക്കുന്ന ഏത് മീഡിയത്തിലാണ്? ലൈറ്റർ മീഡിയത്തിലാണ്. അപ്പോൾ ഇപ്പോഴുണ്ടാക്കിയ DNA എന്ത് DNA ആണ്? ലൈറ്റർ DNA ആണ് അല്ലെ? അപ്പോൾ ഇപ്പോൾ അവർക്ക് ഈ 20 മിനിറ്റിന് അവരിപ്പോൾ ലൈറ്റർ മീഡിയത്തിൽ N14 ഉള്ള മീഡിയത്തിൽ കിടക്കുമ്പോൾ അവർക്ക് എന്തുണ്ടാക്കാനുള്ള സാധ്യതയില്ല? ഹെവിയർ DNA ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. എന്നിട്ടും അവർ എന്ത് ഫോം ചെയ്യുന്നു? ഒരു ഹെവിയർ DNA അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് എവിടുന്ന് കിട്ടിയതാ? അത് പേരന്റിൽ നിന്ന് കിട്ടിയതാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഒരെണ്ണം പേരന്റിൽ നിന്നും ഒരെണ്ണം പുതിയതായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് അതിനെന്ത് വിളിക്കാം? സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ എന്ന് വിളിക്കാം. ഇവിടെ അവരൊരു ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ വെയിറ്റ് ഒക്കെ തിരിച്ചറിയാൻ വേണ്ടി ഒരു സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡാണ് അവർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പേരാണ് സീഷ്യം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് നമ്മൾ വിളിക്കും. സീഷ്യം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ ഇങ്ങനെ ഒരു ടെക്നിക്കാണ് അവർ ഈ പ്രോസസ്സിൽ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം വിച്ച് 2 ടൈപ്സ് ഓഫ് നൈട്രജൻ വെയർ യൂസ് ദം ഇൻ ദെയർ എക്സ്പെരിമെൻറ്റ് ആൻഡ് വൈ. ഒന്നെന്ന് പറയുന്നത് N14 ആണ്, അത് നോർമൽ നൈട്രജൻ ആണ്. മറ്റൊന്ന് N15 ആണ് അല്ലേ? N15 എന്ത് വേണ്ടിയിട്ടാണ്? ഈ DNA കളർ ഒന്ന് നോക്കിയിട്ട് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നോക്കി ഇത് റെപ്ലിക്കേറ്റ് ചെയ്തോ ഇല്ലയോ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ വെയിറ്റ് വെച്ച് നോക്കി അനലൈസ് ചെയ്ത് ആ DNA സെമി കൺസർവേറ്റീവ് നേച്ചർ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, DNA റെപ്ലിക്കേഷൻ്റെ സെമി കൺസർവേറ്റീവ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ എക്സ്പെരിമെൻറ്റിൽ എന്തുപയോഗിക്കുന്നത്? ഹെവി ഐസോട്ടോപ്പ് ഓഫ് നൈട്രജൻ N15 ഉപയോഗിക്കാം. ക്ലിയർ ആയല്ലേ? ഇനി why did they take this sample in regular interval? എന്തുകൊണ്ടാണ് അവർ ആ റെഗുലർ ഇൻട്രവെൽസിൽ ഈ സാമ്പിൾ എടുക്കുക? നോക്കിയാൽ മക്കളെ, ഇതാണ് നമ്മൾ ആ എക്സ്പെരിമെന്റ് ഫിഗർ. ഇതാണ് ആദ്യത്തെ ഒരു DNA എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ ആ ഒരു കളർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു ബാക്ടീരിയൽ സെല്ലാണ് അല്ലേ? ഇത് ഹെവിയർ DNA ആക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഹെവിയർ DNA ആക്കി വെച്ചിരിക്കുക. എങ്ങനെയാണ് ഹെവിയർ DNA ആക്കി വെച്ചിരിക്കുന്നത്? N15 ഉള്ള മീഡിയത്തിലിട്ട് വളർത്തി കഴിയുമ്പോൾ അത് ഹെവിയർ ആയിട്ട് മാറും അല്ലേ? എന്നിട്ട് ആദ്യത്തെ 20 മിനിറ്റ് കഴിയുമ്പോൾ നോക്കിക്കേ, ഈ റെഡിൽ ഒരെണ്ണം ഇങ്ങോട്ട് വന്നു അല്ലേ? ഈ റെഡിൽ ഒരെണ്ണം ഇങ്ങോട്ട് വന്നു അല്ലേ? പക്ഷേ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മീഡിയം ഏതാ? ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മീഡിയം N14 ആണ്. N14 ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കളർ ഗ്രീൻ കളറാണ് അല്ലേ? അപ്പോൾ പുതിയതായിട്ട് ഉണ്ടായിരിക്കുന്ന DNA ആ ഗ്രീൻ കളറാണ്.
അപ്പോൾ ഈ റെഡ് കളർ N15 എവിടെ നിന്ന് വന്ന പേരന്റിൽ നിന്ന് വന്നതാണ് അല്ലേ. അപ്പോൾ പകുതി പേരന്റ് കൺസർവ്ഡ് ആണ് അല്ലേ. അപ്പോൾ ഒരു സ്ട്രാൻഡ് പേരന്റ് ആണ്, അതായത് സെമി കൺസർവേറ്റീവ് ആണ്, പകുതി കൺസർവ്ഡ് ആയിട്ടാണ് ഈ രണ്ട് DNA ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ആഫ്റ്റർ 20 മിനിറ്റ്സ് എന്താ ഓൾ ആർ ഹൈബ്രിഡ് എന്നാണ് നമ്മൾ വിളിക്കുക, ഓൾ ആർ ഹൈബ്രിഡ് അല്ലേ. എന്താണ് ഈ ഹൈബ്രിഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്? എന്താ, കളർ വെച്ചാലേ നമ്മൾ ഐഡന്റിഫൈ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കളറിൽ കൊടുത്തിരിക്കുന്നത്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും റെഡ് ആയിരുന്നെങ്കിൽ DNA എന്തായാലും ഹെവിയർ ആയനേം, രണ്ടും ഗ്രീൻ ആയിരുന്നെങ്കിൽ DNA എന്തായാലും ലൈറ്റർ ആയനേം. പക്ഷേ ഇത് ഹെവിയറും അല്ല ലൈറ്ററും അല്ല, ഇത് പിന്നെ എന്താണ്, ഇത് രണ്ടിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന പോലെ വരും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വിളിക്കുക ലൈറ്റർ DNA എന്ന് വിളിക്കുക. ഇനി അടുത്ത 20 മിനിറ്റോടെ കഴിഞ്ഞു, 40 മിനിറ്റ്സ് കഴിയുമ്പോൾ റേഷ്യോ നിങ്ങൾ നോക്കിക്കേ. 40 മിനിറ്റ് കഴിയുമ്പോൾ ഇപ്പോൾ ഇതൊരു സെല്ലായിരുന്നു, ഇതൊരു സെല്ലായിരുന്നു അല്ലേ. 40 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് എത്ര സെല്ലായിട്ട് മാറി? 4 സെല്ലായിട്ട് മാറുകയാണ്. ഇത് ഡിവൈഡ് ചെയ്ത് 4 സെല്ലായിട്ട് മാറും. അപ്പോൾ അങ്ങനെ മാറിക്കഴിയുമ്പോൾ അതിൻ്റെ റേഷ്യോ എത്രയായിട്ട് വരും മക്കളെ? 1:1 റേഷ്യോയിലേക്ക് വരും അല്ലേ. 50% ഹൈബ്രിഡും 50% ലൈറ്ററുമായിട്ട് മാറും. ക്ലിയർ ആവുന്നുണ്ടോ? യെസ്. അപ്പോൾ അങ്ങനെ അത് മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നോക്കിയാൽ മക്കളെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് അവർ സാമ്പിൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നതുകൊണ്ടാണ് they took samples of equal at definite intervals to observe the changes in the DNA density over generation. ഓരോ ജനറേഷൻ കഴിയുന്തോറും ഉണ്ടാകുന്ന DNAയുടെ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇടയ്ക്കിടയ്ക്ക് ഈ DNA എടുത്ത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 20 മിനിറ്റ്സ് കഴിയുമ്പോൾ DNA എന്തായിരിക്കും? ഓൾ ആർ ഹൈബ്രിഡ്, എല്ലാവരും എന്തായിരിക്കും? ഹൈബ്രിഡ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ കിടക്കുന്ന മീഡിയം ഏതാ? ഇപ്പോൾ കിടക്കുന്ന മീഡിയം ലൈറ്റർ മീഡിയമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് വളരും തോറും എന്ത് കൂടിക്കൂടി വരും? ലൈറ്റർ DNAയുടെ അളവ് കൂടിക്കൂടി വരും. ഇനി ആഫ്റ്റർ 40 മിനിറ്റ്സ്, അതായത് ഒരു 20 മിനിറ്റൂടെ കഴിയാണ്, അതായത് ഇക്കോളെ ഓരോ 20 മിനിറ്റിലാണ് ഡിവൈഡ് ചെയ്യുക. ഓരോ 20 മിനിറ്റ് കഴിയും, അതായത് 40 മിനിറ്റ്സ് എത്തുമ്പോൾ റേഷ്യോ എത്രയായിട്ട് മാറും മക്കളെ? 1:1 ആയിട്ട് മാറും, അതായത് പകുതി ഹൈബ്രിഡും പകുതി ലൈറ്ററും ആയിട്ട് മാറും. ഇനി ആഫ്റ്റർ 60 മിനിറ്റ്സ്, 60 മിനിറ്റ് കഴിയുമ്പോൾ റേഷ്യോ എത്രയായിട്ട് മാറും മക്കളെ? 1:3 ആയിട്ട് മാറും. എന്താണ് 1:3 എന്ന് പറഞ്ഞാൽ? 1 എന്ന് പറയുന്നത് ഹൈബ്രിഡും 3 എന്ന് പറയുന്നത് ലൈറ്ററുമായിട്ട് മാറും. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി ആഫ്റ്റർ 80 മിനിറ്റ്സ്, 80 മിനിറ്റ് കഴിയുമ്പോൾ റേഷ്യോ എത്രയായിട്ട് മാറും? 1:7 ആയിട്ട് മാറും അല്ലേ. എന്താണ് 1:7 എന്ന് പറഞ്ഞാൽ? 8 പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ ഹൈബ്രിഡും 7 പേര് ലൈറ്ററും. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഈ ഒരു റേഷ്യോയും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ റേഷ്യോ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ എക്സാമിന് നമുക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം നിങ്ങൾ നോക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ദ റോൾ ഓഫ് സീഷ്യം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് ഇൻ ദ എക്സ്പെരിമെന്റ്. ഈ എക്സ്പെരിമെന്റിൽ സീഷ്യം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷന്റെ പ്രത്യേകതകൾ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സീഷ്യം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ സെപ്പറേറ്റിംഗ് DNA ബേസ്ഡ് ഓൺ ദ ഡെൻസിറ്റി. ഡെൻസിറ്റിക്ക് അനുസരിച്ച് DNA സെപ്പറേറ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ വെയിറ്റിനനുസരിച്ച് DNA സെപ്പറേറ്റ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സ്പെരിമെന്റ് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. ആദ്യത്തെ 20 മിനിറ്റ് കഴിയുമ്പോൾ എല്ലാവരും ഹൈബ്രിഡ് ആണെന്ന് പറയണമെങ്കിൽ, അല്ല ആദ്യത്തെ 40 മിനിറ്റ് കഴിയുമ്പോൾ 1:1 റേഷ്യോ ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് DNAയുടെ എന്ത് കണ്ടുപിടിക്കണം? DNAയുടെ ഡെൻസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. ആ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ടെക്നിക്കാണ് സീഷ്യം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പോൾ ആ ചോദ്യം കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഐഡന്റിഫൈ ദ റീജിയൻ X, the factor Z and the enzyme Y in the process of transcription in prokaryotes as shown in the schematic representation given below. Okay, അപ്പോൾ തന്നിരിക്കുന്നത് ഒരു ഡയഗ്രമാണ് അല്ലേ. ആ ഡയഗ്രത്തിനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂകാരിയോട്സ് അല്ലേ. ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂകാരിയോട്സ് ആണോ? അല്ല, ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോകാരിയോട്സ് അല്ലേ. പ്രോകാരിയോട്സിലെ ട്രാൻസ്ക്രിപ്ഷൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഓക്കെ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത? ചില പ്രത്യേകതകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കാം. പ്രത്യേകിച്ച് എൻസൈമുമായിട്ട് ബന്ധപ്പെട്ട് ഈ ട്രാൻസ്ക്രിപ്ഷൻ പ്രോകാരിയോട്സിൽ എത്ര എൻസൈം മാത്രമേ ഉള്ളൂ? ഒറ്റ എൻസൈം മാത്രമേ നമുക്കുള്ളൂ അല്ലേ. ഒരു സിംഗിൾ എൻസൈം ഈസ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് ഒറ്റ എൻസൈം മാത്രമാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ പ്രോകാരിയോട്സ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതേസമയം യൂകാരിയോട്സിൽ 3 RNA പോളിമറേസ് ഇൻവോൾവ് ആണ്. ഏതൊക്കെയാണ്? RNA പോളിമറേസ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട് അല്ലേ. നോക്കി നമുക്ക് RNA പോളിമറേസ് 1ന്റെ ഫംഗ്ഷൻ, RNA polymerase 1, okay, RNA polymerase 2, okay, RNA polymerase 3, ഇങ്ങനെ 3 എണ്ണമാണ് എവിടെ കാണുക? യൂകാരിയോട്സിൽ കാണുക അല്ലേ. ഇൻ യൂകാരിയോട്സ്, ഇത് യൂകാരിയോട്സിൽ ഇങ്ങനെ 3 RNA പോളിമറേസ് ഉണ്ട് അല്ലേ. പക്ഷേ പ്രോകാരിയോട്സിൽ ഇതെല്ലാം ചെയ്യുന്നത് എന്താണ് മക്കളെ? ഇതെല്ലാം ചെയ്യുന്നത് സിംഗിൾ RNA പോളിമറേസ് ആണ് അല്ലെ. സിംഗിൾ RNA പോളിമറേസ് ഈസ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോകാരിയോട്സ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച്, ഇവിടെ ശരിക്കും 3 സ്റ്റെപ്പുകളാണ് ട്രാൻസ്ക്രിപ്ഷനായിട്ടുള്ളത് അല്ലേ. ഏതൊക്കെയാണ്? ഇനിസിയേഷൻ ഉണ്ട്, ഇലോങ്ങേഷൻ ഉണ്ട്, ടെർമിനേഷൻ ഉണ്ട്. ഇനിസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു റീജിയൻ നമുക്കറിയാം. എന്താണ് ആ റീജിയന്റെ പേര്? പ്രൊമോട്ടർ റീജിയൻ അല്ലേ.
എന്താണ് മക്കളെ? പ്രൊമോട്ടർ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? RNA പോളിമറേസിനെ ഒന്ന് ബൈൻഡ് ചെയ്തിരിക്കാനുള്ള സ്ഥലമാണ് എന്ന് പറയുന്നത് പ്രൊമോട്ടർ. പ്രൊമോട്ടർ ഇസ് ദ ബൈൻഡിങ് സൈറ്റ് ഫോർ RNA പോളിമറേസ് അല്ലേ? അപ്പം RNA പോളിമറേസിന് വന്ന് ബൈൻഡ് ഇരിക്കാനുള്ള സ്ഥലമാണ് എന്ന് പറയുന്നത് പ്രൊമോട്ടർ. അപ്പോൾ ആ പ്രൊമോട്ടറിലേക്ക് ആര് വന്ന് ബൈൻഡ് ചെയ്യും? RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യും. RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്ത് ആ പ്രോസസ്സ് എന്ത് ചെയ്യും? ഇനിഷ്യേറ്റ് ചെയ്യും. പക്ഷേ RNA പോളിമറേസ് ഇവിടെ ഇനിഷ്യേറ്റർ ആയിട്ട് മാറണമെങ്കിൽ ദേ റിക്വയർ എ സ്പെസിഫിക് പ്രോട്ടീൻ. അവർക്ക് ഒരു സ്പെസിഫിക് പ്രോട്ടീൻ കോ ഫാക്ടറിൻ്റെ കൂടെ ആവശ്യമുണ്ട്. അതിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് സിഗ്മ ഫാക്ടർ. ഓക്കെ, അപ്പോൾ RNA പോളിമറേസും സിഗ്മ ഫാക്ടറും കൂടെ ചേരുമ്പോഴാണ് ഇതെന്തായിട്ട് മാറുന്നത്? ഇതൊരു ഇനിഷ്യേറ്റർ ആയിട്ട് മാറുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഈ പ്രോസസ്സിൽ കാണിക്കുന്ന ഇവിടെ നോക്കിക്കേ, ഇവിടെ റീജിയൻ എക്സ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? റീജിയൻ എക്സ് എന്ന് പറയുന്നത് പ്രൊമോട്ടർ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഫാക്ടർ ഇസഡ് എന്ന് പറയുന്ന ഫാക്ടർ ഏതാണ്? സിഗ്മ ഫാക്ടർ ആണ്. എൻസൈം വൈ എന്ന് പറയുന്ന ആരാണ്? RNA പോളിമറേസ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രോസസ് ഇവർ 3 പേരും ഇൻവോൾവ് ആയിരിക്കുന്ന ഈ പ്രോസസ്സിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഇനിസിയേഷൻ എന്ന് വിളിക്കാം. ഇനിസിയേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോകാരിയോട്സ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി അത് കഴിഞ്ഞ് നമുക്കറിയാം അടുത്ത സ്റ്റെപ്പാണ് ഇലോങ്ങേഷൻ അല്ലേ? അപ്പോൾ ഇനിസിയേഷൻ അങ്ങനെ നടക്കുന്നു. ഇലോങ്ങേഷനിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ചേ, ഇലോങ്ങേഷനിലേക്ക് പോകുമ്പോൾ ആരാണ് ഇലോങ്ങേഷനെ സഹായിക്കുന്നത്? ഇലോങ്ങേഷനെ കുറിച്ചുള്ള ക്വസ്റ്റൻ ഒന്നും ഈ കൺസെപ്റ്റ് ഒന്നും ഈ ക്വസ്റ്റൻ ചോദിക്കുന്നില്ല. എന്നാലും അറിഞ്ഞിരിക്കുക, ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ ആര് മാത്രമായിരിക്കും? ഓൺലി RNA പോളിമറേസ്. RNA പോളിമറേസ് ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരേ ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് ഇലോങ്ങേഷൻ അല്ലേ? അപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ആരെ വേണം? ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി സിഗ്മ ഫാക്ടറിനെ വേണം. ഇലോങ്ങേറ്റ് ചെയ്യാൻ ഇവർക്ക് ആരെയും വേണ്ട. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ഇത് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരെ വേണം മക്കളെ? ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പാണ് അല്ലേ? ഈ RNA അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RNAs ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവസാനം ടെർമിനേറ്റ് ചെയ്യും. ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരെയും വേണ്ട? ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് RNA പോളിമറൈസും വേണം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫാക്ടറോട് വേണം. ആ ഫാക്ടറിൻ്റെ പേരാണ് റോ ഫാക്ടർ. ഓക്കെ, അപ്പോൾ സിഗ്മ ഫാക്ടർ ഉണ്ടെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്യും, റോ ഫാക്ടർ ഉണ്ടെങ്കിൽ ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ സിഗ്മ ഫാക്ടറും റോ ഫാക്ടറും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്തിനെക്കുറിച്ച് മാത്രമാണ്? ഇനിഷ്യേഷനെ കുറിച്ച് മാത്രമാണ്. ആ ക്വസ്റ്റ്യന് കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ മനസ്സിലാക്കുക, എഴുതുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പം ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക. സ്റ്റെബിലിറ്റി ആസ് വൺ ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ വാസ് വെരി എവിഡൻറ്റ് ഇൻ വൺ ഓഫ് ദ ഏർലി എക്സ്പെരിമെന്റ്സ് ഇൻ ജനറ്റിക്സ്. Name the scientist and describe his experiment. State the conclusion he arrived at. ഓക്കെ, നോക്കിക്കേ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കുറേ ഏർലി എക്സ്പെരിമെന്റ്സ് കുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ? അതായത് DNA നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ എക്സ്പെരിമെൻ്റ് ആണ് 1928 ഫ്രെഡറിക് ഗ്രിഫിത്ത് എന്ന് പറയുന്ന ആൾ ചെയ്ത എക്സ്പെരിമെൻ്റ് ആണ്. ഫ്രെഡറിക് ഗ്രിഫിത്ത്. ഓക്കെ, എന്നാൽ നോക്കിയാൽ ഫ്രെഡറിക് ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻ്റ് എന്താ? ആ എക്സ്പെരിമെൻറ്റിൻ്റെ പേരെന്ന് പറയുന്നത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പൽ എന്നാണ് നമ്മൾ വിളിക്കുക. ഗ്രിഫിത്ത് എക്സ്പെരിമെൻ്റ് പേരാണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പൽ. ഗ്രിഫിത്ത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പൽ എക്സ്പെരിമെൻറ്റ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്താണ്? സ്ട്രെപ്റ്റോകോക്കസ് എക്സ്പെരിമെൻ്റ് എന്ന് വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ ന്യൂമോണോകോക്കസ് എക്സ്പെരിമെൻറ്റ്, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ അല്ലെങ്കിൽ ന്യൂമോണിയ എക്സ്പെരിമെൻ്റ് എന്നൊക്കെ നമുക്കതിനെ വിളിക്കാം. ഈ എക്സ്പെരിമെൻറ്റ് 1928 പിന്നീട് നടക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മൾ ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പൽ. ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പൽ. ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പൽ. ഇത് ചെയ്ത ആരാണ്? ആവറി, മക്ലിയോഡ് ആൻഡ് മക്കാർട്ടി. ആവറി, മക്ലിയോഡ് ആൻഡ് മക്കാർട്ടി. ഓക്കെ, ഇവരാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ എന്ന് വിളിക്കുന്നു. മൂന്നാമത്തേതും അവസാനത്തെ DNA നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആണെന്ന് ഫൈനലായിട്ട് പ്രൂവ് ചെയ്ത എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഹെർഷേ ചേസ് എക്സ്പെരിമെൻ്റ് ആണ്. ഹെർഷേ, ആൽഫർ ഹെർഷേയും മാർത്ത ചേസും ചേർന്ന് ചെയ്ത ഹെർഷേ ആൻഡ് ചേസ് എക്സ്പെരിമെൻ്റ് ആണ് ഈ അവസാനത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഫൈനൽ പ്രൂഫാണ് DNA ആസ് ദ ജനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ 3 എക്സ്പെരിമെൻറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിലെ ആദ്യത്തെ എക്സ്പെരിമെൻ്റ് ആണ്. ആദ്യത്തെ എക്സ്പെരിമെൻറ്റിനെ കുറിച്ചാണ് ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സ്റ്റെബിലിറ്റി ആസ് വൺ ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ വാസ് വെരി എവിഡൻറ്റ് ഇൻ വൺ ഓഫ് ദ ഏർലി എക്സ്പെരിമെൻറ്റ്. ആ ഏർലി എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്. അതെങ്ങനെയാണ് നമുക്ക് പറയാം. നെയിം ദ സയൻറ്റിസ്റ്റ് എന്നാണ് ചോദിച്ചത്. സയൻറ്റിസ്റ്റ് പേരെന്താണ്? ഗ്രിഫിത്ത്. ഓക്കെ, സ്റ്റേറ്റ് ദ കൺക്ലൂഷൻ ഹി അറൈവ്ഡ് അറ്റ്. അപ്പോൾ നമുക്ക് ആ എക്സ്പെരിമെൻറ്റ് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ കൺക്ലൂഷനിലേക്ക് എത്താം. നോക്കിയ മക്കളെ, ഇതായിരുന്നു ഫ്രെഡറിക് ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്. അദ്ദേഹം എടുക്കുന്നത് നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ 2 സ്ട്രെയിനെയാണ് പുള്ളി എടുക്കുക. ഒരു സ്ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ R സ്ട്രെയിൻ ആണ്. ഓക്കെ, R സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? റഫ് സ്ട്രെയിൻ എന്നുള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ ഇവിടെ ഇപ്പം നമ്മൾ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എടുക്കുമ്പോൾ
രണ്ട് തരം സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ സ്ട്രെയിൻ ഉണ്ട്. ഒന്ന് സ്മൂത്ത് സ്ട്രെയിൻ എന്ന് വിളിക്കും, മറ്റൊന്ന് റഫ് സ്ട്രെയിൻ. ഓക്കെ, സ്മൂത്ത് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലിപ്പോ പോളിസാക്കറിഡിൻ്റെ കോട്ടിങ് ഈ ബാക്ടീരിയയ്ക്ക് പുറത്തുണ്ടെങ്കിൽ അത് വളരെ സ്മൂത്ത് ആയിരിക്കും. ഇത് രണ്ടും സ്മൂത്ത് സ്ട്രെയിൻ ആണ്. ഓക്കെ, അതിന് പ്ലാസ്മ മെംബ്രെയിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ലിപ്പോ പോളിസാക്കറിഡിൻ്റെ കവറിംഗ് ഉണ്ടായിരിക്കും. ഇനി അങ്ങനെ ഒരു കവറിംഗ് ഇല്ലെങ്കിൽ, ഇതിങ്ങനെ ലിപ്പോ പോളിസാക്കറിഡിൻ്റെ കവറിംഗ് ഇല്ലെന്ന് വിചാരിക്കാം, അതിന് നമ്മൾ എന്ത് പേര് വിളിക്കാം? റഫ് സ്ട്രെയിൻ അല്ലെങ്കിൽ ആർ സ്ട്രെയിൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇനിയും ഇത് തമ്മിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോർഫോളജിക്കലി ഉള്ള ഡിഫറൻസ് അല്ല അതിൻ്റെ പ്രത്യേകത. ഇതിനകത്ത് ഈ സ്മൂത്ത് സ്ട്രെയിന് കാരണമാകുന്ന ആ ലിപ്പോ പോളിസാക്കറിഡിൻ്റെ കോട്ടിംഗ് ഉണ്ടല്ലോ, ആ കോട്ടിംഗ് ആണ് ശരിക്കും നമ്മുടെ ബോഡിയിൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ആൻറ്റിജനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ബോഡിയിൽ ഡിസീസ് ഉണ്ടാക്കാൻ, ന്യൂമോണിയ ഉണ്ടാക്കാൻ കാരണക്കാരനാകുന്ന ആരാണ്? ആ ലിപ്പോ പോളിസാക്കറിഡിൻ്റെ കോട്ടിംഗ് ആണ്. മനസ്സിലാണ്ടോ? അപ്പോൾ ആ കോട്ടിംഗ് ഉള്ളത് കൊണ്ട് സ്മൂത്ത് സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? സ്മൂത്ത് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു വിരുലൻ്റ് ആണ്. വിരുലൻ്റ് എന്ന് പറഞ്ഞാൽ പാതോജനിക്, ഡിസീസ് കോസിംഗ് ആണ്. അതേസമയം ആർ സ്ട്രെയിൻ എന്ന് പറയുന്നത് നോൺ വിരുലൻ്റ് ആണ്, നോൺ പാതോജനിക് ആണ്, ഡിസീസ് കോസിംഗ് അല്ല. അപ്പോൾ പുള്ളി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ലൈവായിട്ടുള്ള ഒരു ആർ സ്ട്രെയിൻ എടുക്കുകയാണ്. ലൈവായിട്ടുള്ള ആർ സ്ട്രെയിൻ എടുക്കുന്നു. ഇതാണ് ഒരു ലൈവായിട്ടുള്ള ആർ സ്ട്രെയിൻ, ഗ്രീൻ കളർ കാണിച്ചിരിക്കുക. ലൈവായിട്ടുള്ള ആർ സ്ട്രെയിൻ എടുക്കുന്നു, അത് എവിടേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു? മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു. മൈസിന് ന്യൂമോണിയ ഉണ്ടാകുമോ? ഇല്ല. മൈസ് ചത്തുപോകുമോ? ഇല്ല. മൈസ് സർവൈവ്ഡ് അല്ലെങ്കിൽ ലിവ്ഡ്. ഓക്കെ, രണ്ടാമത്തെ എക്സ്പെരിമെന്റിൽ ലൈവായിട്ടുള്ള ഒരു എസ് സ്ട്രെയിൻ എടുക്കുകയാണ്. എന്താണ് മക്കളെ എസ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള സ്ട്രെയിൻ ആണ് അല്ലേ. അതിനൊരു മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു. മൈസിന് എന്ത് വരുന്നു? ന്യൂമോണിയ വരുന്നു. മൈസ് ഡൈറ്റ്. ക്ലിയർ ആവുന്നുണ്ടോ? മൂന്നാമത് അദ്ദേഹം എടുക്കുന്നത് ഹീറ്റ് കില്ലായിട്ടുള്ള എസ്ട്രെയിൻ ആണ്. എന്താണ് മക്കളെ ഹീറ്റ് കിൽ എസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ? ചൂടാക്കി കൊന്ന ബാക്ടീരിയ. ഓക്കെ, ഒരു ടെസ്റ്റ് ട്യൂബിനകത്തേക്ക് കുറച്ച് എസ്ട്രെയിൻ എടുക്കുന്നു, അതൊന്ന് ചൂടാക്കും ബാക്ടീരിയ എന്ത് ചെയ്തു? ചത്തുപോകും അല്ലേ. അപ്പോൾ ഹീറ്റ് കില്ലായിട്ടുള്ള ബാക്ടീരിയനെ ഇഞ്ചെക്ട് ചെയ്തു. ഹീറ്റ് കില്ലായിട്ടുള്ള ബാക്ടീരിയ ചെന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതും എന്ത് ചെയ്തു? മൈസ് സർവൈവ് ചെയ്യാണ്, മൈസ് ലീവ്ഡ്. ഇനിയും അടുത്തൊരു എക്സ്പെരിമെന്റ് നിങ്ങൾ നോക്കുക. ഹീറ്റ് കില്ലായിട്ടുള്ള എസ്ട്രെയിൻ എടുക്കുന്നു. കുഴപ്പം വല്ല ഉള്ളതാണോ? ഒരു കുഴപ്പമില്ല അല്ലേ. ഹീറ്റ് കില്ല എസ്ട്രെയിൻ കുഴപ്പമുള്ളതാണോ? അല്ല. അപ്പോൾ ഒരു കുഴപ്പമില്ലാത്തതാണ്. അതുപോലെ ലൈവ് ആർ സ്ട്രെയിൻ എടുക്കും. ലൈവ് ആർ സ്ട്രെയിൻ കുഴപ്പമുള്ളതാണോ? ഒരു കുഴപ്പമില്ല അല്ലേ. രണ്ട് കുഴപ്പക്കാരല്ലാത്ത രണ്ടുപേരെ എടുക്കുകയാണ്. ഓക്കെ, ഹീറ്റ് കിൽ എസ്ട്രെയിൻ, ലൈവായിട്ടുള്ള ആർ സ്ട്രെയിൻ. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എവിടേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു? മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു. മനസ്സിലാകണ്ടോ? അങ്ങനെ മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? മൈസ് ഡെഡായിട്ട് മാറി. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ എന്തായിരിക്കും അതിനകത്ത് കാരണം? ഓക്കെ, എന്തായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുക? ഗ്രിഫിത്തിനൊന്നും പിടികിട്ടിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഗ്രിഫിത്ത് പറഞ്ഞു ദ ആർ സ്ട്രെയിൻ ഈസ് സംഹൗ ട്രാൻസ്ഫോംഡ് ബൈ എസ് സ്ട്രെയിൻ. അപ്പോൾ ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ഔട്ട്കം പുള്ളി പറയുന്നത് ഇങ്ങനെയാണ്: ആർ സ്ട്രെയിൻ ഈസ് സംഹൗ എങ്ങനെയോ സംഹൗ ട്രാൻസ്ഫോംഡ് ടു എസ് സ്ട്രെയിൻ. ആർ സ്ട്രെയിൻ ഈസ് സംഹൗ ട്രാൻസ്ഫോംഡ് to S strain ആയിട്ട് മാറി. ബട്ട് ഹി ഡസ് നോട്ട് ഐഡൻറ്റിഫൈ ദ പ്രോസസ് ബിഹൈൻഡ് ഇറ്റ്. ഓക്കെ, ആരാണ് ഇതിന് കാരണമാകുന്നതെന്നോ എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്നോ ഹി ഡസ് നോട്ട് ഐഡൻറ്റിഫൈ ദാറ്റ്. ഹി ഓൺലി സെഡ് ദാറ്റ് ആർ സ്ട്രെയിൻ ഈസ് സംഹൗ ട്രാൻസ്ഫോംഡ് ടു എസ് സ്ട്രെയിൻ. ആർ സ്ട്രെയിൻ എങ്ങനെയോ എന്തായിട്ട് മാറി? എസ് സ്ട്രെയിൻ ആയിട്ട് മാറി. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ എക്സ്പെരിമെന്റിൽ പക്ഷേ നമുക്കൊരു കാര്യം എങ്ങനെയായിരിക്കും സംഭവിച്ചിരിക്കുന്നത്? ഈ ബാക്ടീരിയ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് സ്ട്രെയിൻ അല്ലേ, എസ് സ്ട്രെയിൻ നല്ലപോലെ ചൂടാക്കുമ്പോൾ ബാക്ടീരിയ ഡെഡ് ആയിപ്പോയി. കാരണം ബാക്ടീരിയയുടെ പ്ലാസ്മ മെംബ്രെയിനിലും സൈറ്റോപ്ലാസ്മിലും ഒക്കെ പ്രോട്ടീൻസ് ഉണ്ട്. ആ പ്രോട്ടീൻസ് കാരണം ബാക്ടീരിയ എന്തായി മാറി? ബാക്ടീരിയ ഡെഡ് ആയിട്ട് മാറി അല്ലേ. പക്ഷേ അതിനകത്ത് DNA ഹൈലി സ്റ്റേബിൾ ആണ്. ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള DNA, തെർമൽ സ്റ്റെബിലിറ്റിയുള്ള DNA ഒരുപക്ഷെ ചൂടാക്കുമ്പോൾ അത് ഡീനേച്ചർ ചെയ്തെന്നിരിക്കാം. പക്ഷേ ചൂട് കുറയുമ്പോൾ അത് എന്ത് ചെയ്യും? റീനേച്ചർ ചെയ്യും അല്ലേ. നമ്മൾ PCR പഠിക്കുന്നതാണ് ഡീനേച്ചറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അനീലിംഗ് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ടെമ്പറേച്ചർ കുറച്ചിട്ടാണ് അനീലിംഗ് ചെയ്യുക. അപ്പോൾ ടെമ്പറേച്ചർ കുറച്ചാൽ ഡീനേച്ചർ ആയിട്ടിരിക്കുന്ന DNA എന്ത് ചെയ്യാം? റീനേച്ചർ ചെയ്യാം അല്ലേ. അപ്പം അങ്ങനെ DNA എന്തായാലും DNA ഒരിക്കലും നശിച്ചിട്ടില്ലായിരുന്നു, DNA സ്റ്റേബിൾ ആയിട്ട് നിന്നു അല്ലേ. അപ്പോൾ ആ DNA അടങ്ങിയ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കുഴപ്പമില്ലാത്ത DNA അടങ്ങിയ ഡെഡ് ആയിട്ടുള്ള ബാക്ടീരിയനെ ഫുഡാണെന്ന് കരുതി ആര് വിഴുങ്ങി? നമ്മുടെ ആർ സ്ട്രെയിൻ വിഴുങ്ങി. മനസ്സിലാണോ? എൻഗൾഫ് ചെയ്യുന്ന ആർ സ്ട്രെയിനിലേക്ക് എന്ത് വരികയാണ്? എസ് സ്ട്രെയിൻ്റെ DNA വരികയാണ്. ആ DNA ആരുടെ ജീനോമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു? ആർ സ്ട്രെയിൻ്റെ ജീനോമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ജനറേഷൻ മുതൽ ആർ സ്ട്രെയിൻ ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം എന്തായിട്ട് മാറി? അല്ലെങ്കിൽ ഓസ്പ്രിങ്സ്, അത് ഡിവൈഡ് ചെയ്ത് ഉണ്ടാകുന്ന സെല്ലുകളെല്ലാം എന്തായിട്ട് മാറി? എസ് സ്ട്രെയിൻ ആയിട്ട് മാറി. അങ്ങനെയാണ് ലൈവായിട്ടുള്ള ആർ സ്ട്രെയിൻ ആര് കാരണം? ഡെഡായിട്ടുള്ള എസ് സ്ട്രെയിൻ്റെ DNA കാരണം എന്തായിട്ട് മാറുന്നത്? എസ് സ്ട്രെയിൻ ആയിട്ട് മാറുന്നത്. പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് DNA ആണ് അല്ലേ. ആ DNA ഹൈലി സ്റ്റേബിൾ ആയതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ ഈ ഒരു സംഭവം അല്ലെങ്കിൽ തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് DNA വാസ് വെരി എവിഡൻറ്റ് ഇൻ
ഗ്രിഫിത്ത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, അത് നമുക്ക് NCERT-ക്കകത്ത് എക്സ്പെരിമെന്റ് വെച്ചിട്ട് നമ്മുടെ ഗ്രിഫിത്ത് അങ്ങനെ പറയുന്നില്ല, പക്ഷെ പിന്നീട് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതാണ് ദ തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് DNA വാസ് വെരി എവിഡന്റ് ഇൻ ഗ്രിഫിത്ത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ പക്ഷേ ഇതിന്റെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഗ്രിഫിത്ത് സേസ് ദാറ്റ് ആർസെൻ ഈസ് സംഹൗ ട്രാൻസ്ഫോംഡ് ടു എസ്ട്രെയിൻ and he explains the transforming principle. എന്താണ് മക്കളെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ? ബാക്ടീരിയയിൽ കാണുന്ന ഒരു പ്രിമിറ്റീവ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഫ്രെഡറിക് ഗ്രിഫിത്ത് ആണ്. ക്ലിയർ ആയില്ലേ? ഓക്കെ ആയില്ലേ? അപ്പോൾ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം ലാക് ഓപ്പറോണുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ ഈ ബോർഡ് എക്സാമിന് നമുക്ക് ചോദിക്കാൻ, ബോർഡ് എക്സാമിനാണെങ്കിലും നീറ്റ് എക്സാമിനാണെങ്കിലും ഉറപ്പായിട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്, ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് എന്ന് പറയുന്നത് നമ്മുടെ ലാക് ഓപ്പറോൺ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ലാക് ഓപ്പറോൺ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയകളിൽ കാണുന്ന ഒരു മെക്കാനിസമാണ് അല്ലേ. എല്ലാ ബാക്ടീരിയകളും കാണുന്ന ഒരു മെറ്റബോളിസമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ഒരു റെഗുലേറ്ററി സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത് ലാക് ഓപ്പറോൺ എന്ന് പറയുന്നത്. നോക്കിയ മക്കളെ, ലാക് ഓപ്പറോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. വൈ ഈസ് ലാക് ഓപ്പറോൺ സെഡ് ടു ബി ട്രാൻസ്ക്രിപ്ഷണലി റെഗുലേറ്റഡ് സിസ്റ്റം? ട്രാൻസ്ക്രിപ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെന്ന് എന്തുകൊണ്ടാണ് ലാക് ഓപ്പറോണിനെ വിളിക്കുന്നത്? രണ്ടാമത്, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ലാക് ഓപ്പറോൺ ഹാസ് ടു ബി ഓപ്പറേഷണൽ അറ്റ് വെരി ലോ ലെവൽ ഇൻ ദ ബാക്ടീരിയൽ സെൽ ഓൾ ദ ടൈം ജസ്റ്റിഫൈ. വളരെ നല്ല രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? രണ്ടും നല്ല കോൺസെപ്റ്റ് ലെവലിലുള്ള ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് രണ്ടും നന്നായിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ, പഠിച്ചെങ്കിൽ മാത്രമേ അത് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ, വൈ ഈസ് ലാക് ഓപ്പറോൺ സെഡ് ടു ബി ട്രാൻസ്ക്രിപ്ഷണലി റെഗുലേറ്റഡ് സിസ്റ്റം? നമുക്കറിയാം ഈ ലാക് ഓപ്പറോൺ ഓണും ഓഫും ആകുന്നത് എങ്ങനെയാണ്? ട്രാൻസ്ക്രിപ്ഷനലി റെഗുലേറ്റഡ്. നമുക്കറിയാം ജീൻ എക്സ്പ്രഷൻ, റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ NCERT-ക്കകത്ത് പഠിക്കുന്നുണ്ട്. റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. ഓക്കെ, ഈ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പ്രോക്യാരിയോട്സിലും യൂക്യാരിയോട്സിലും രണ്ട് തരത്തിലാണ് അല്ലേ. അതിൽ പ്രോക്യാരിയോട്സിലേക്ക് വരികയാണെങ്കിൽ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ പ്രോക്യാരിയോട്സ് എന്ന് പറയുന്നത് എത്ര ലെവലാണ്? സിംഗിൾ ലെവലാണ്. ഒറ്റ ലെവലിൽ മാത്രമേ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഏത് ലെവലാണ് മക്കളെ? ട്രാൻസ്ക്രിപ്ഷൻ ലെവലാണ്. ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ. അതേസമയം യൂക്യാരിയോട്സിലേക്ക് വരികയാണെങ്കിൽ, ഓക്കെ, യൂക്യാരിയോട്സിലേക്ക് വരുവാണെങ്കിൽ അത് എത്ര ലെവലാണ്? അത് മൾട്ടിപ്പിൾ ലെവലാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ ലെവൽ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ഇപ്പോൾ പറയുന്നില്ല. മൾട്ടിപ്പിൾ ലെവലാണ് NCERT-ക്കകത്ത് അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അറിയാൻ വയ്യാത്തവർ അതൊന്ന് ജസ്റ്റ് റെഫർ ചെയ്ത് നോക്കിക്കോണം. മൾട്ടിപ്പിൾ ലെവൽ ഏതൊക്കെയാണെന്നുള്ളത്. ഏതൊക്കെയാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഏതൊക്കെയാണ്? ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ, മറ്റൊന്ന് പ്രോസസ്സിംഗ് ഓഫ് mRNA ലെവൽ, മൂന്നാമത്തേത് ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം ലെവൽ, നാലാമത്തേത് എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ ലെവൽ. ഇങ്ങനെ 4 ലെവൽ നമുക്ക് ജീൻ എക്സ്പ്രഷൻ എവിടെ റെഗുലേറ്റ് ചെയ്യാം? യൂക്യാരിയോട്സ് റെഗുലേറ്റ് ചെയ്യാം. പക്ഷേ പ്രോക്യാരിയോട്സിൽ ഒറ്റ ലെവൽ ഓഫ് കൺട്രോൾ ആണ്. പ്രോക്യാരിയോട്സിൽ ഒരു പ്രോട്ടീൻ ഉണ്ടാകുന്ന തടയണമെങ്കിൽ എവിടെ തടഞ്ഞോണം? ട്രാൻസ്ക്രിപ്ഷൻ ലെവലിൽ തടഞ്ഞോണം അല്ലേ. അത് നമുക്ക് ഓൾറെഡി അണ്ടർസ്റ്റാൻഡ്. അതൊരു കോൺസെപ്റ്റാണ്. നമുക്ക് പ്രോക്യാരിയോട്സിനെ കുറിച്ച് പറയുന്നതാണ്. ലാക് ഓപ്പറോൺ എന്ന് പറയുന്നത് പ്രോക്യാരിയോട്സിലെ ഒരു ജീനാണ് അല്ലേ. ജീനാണ്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ റെഗുലേറ്റഡ് സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്നതാണ് ലാക് ഓപ്പറോണിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ലാക് ഓപ്പറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഒരു റെഗുലേറ്ററി ജീനുണ്ട്. ഇതാണ് ഒരു റെഗുലേറ്ററി ജീൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ റെഗുലേറ്ററി ജീൻ. ഇതാണ് ഒരു റെഗുലേറ്ററി ജീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഇതാണ് നമുക്ക് സ്ട്രക്ചറൽ പാർട്ട് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ സ്ട്രക്ചറൽ ജീൻ എന്ന് വിളിക്കുന്നത്. സ്ട്രക്ചറൽ ജീൻ. ഓക്കെ, അതായത് ഈ പ്രൊമോട്ടർ തൊട്ട് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് നമുക്ക് എന്ത് വിളിക്കാം? സ്ട്രക്ചറൽ ജീനിൻ്റെ പാർട്ടാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് റെഗുലേറ്ററി ജീൻസിൻ്റെ പാർട്ടാണ്. റെഗുലേറ്ററി ജീൻ എന്ന് പറയുന്നത് ഇവിടെ റെഗുലേറ്ററി ജീൻ, ആ റെഗുലേറ്ററി ജീൻ ഒരു mRNA പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ആ mRNA എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രോട്ടീൻ്റെ പേരാണ് റെഗുലേറ്ററി പ്രോട്ടീൻ എന്ന് വിളിക്കും. റെഗുലേറ്ററി പ്രോട്ടീൻ. ഈ റെഗുലേറ്ററി പ്രോട്ടീൻ നേരെ വന്ന് ഇവിടേക്ക് വന്ന് ബൈൻഡ് ചെയ്യും. ഈ സ്ട്രക്ചർ ജീൻ്റെ അകത്ത് ഒരു പ്രൊമോട്ടർ ഉണ്ട്. ദിസ് ഈസ് പ്രൊമോട്ടർ അല്ലേ. പ്രൊമോട്ടർ കഴിഞ്ഞാൽ ഒരു O എന്ന് പറയുന്ന ജീൻ കാണാം. അതാണ് ഓപ്പറേറ്റർ. പിന്നെ Z എന്ന് പറയുന്ന ഒരു ജീൻ കാണാം, Y എന്ന് പറയുന്ന ഒരു ജീൻ കാണാം, A എന്ന് പറയുന്ന ജീൻ കാണാം. ഇത് 3 ജീനുകളാണ് അല്ലേ. ഇത് നമുക്കറിയാം പ്രോക്യാരിയോട്സിൽ ഇതൊരു പോളിസിസ്റ്റോണിക് ജീനാണ് അല്ലേ. പോളിസിസ്റ്റോണിക് ജീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിനകത്ത് ഒന്നിൽ കൂടുതൽ ജീൻ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ പോളിസിസ്റ്റോണിക് ജീൻ എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ നോക്കിയാൽ മക്കളെ, ഇവിടെ ഈ റിപ്രസർ mRNA വന്ന് നേരെ വന്ന് ബൈൻഡ് ചെയ്യും. എങ്ങോട്ട്? റെഗുലേറ്ററി പ്രോട്ടീൻസ് വന്ന് നേരെ എങ്ങോട്ട് വന്ന് ബൈൻഡ് ചെയ്യും? ഈ പറയുന്ന ഓപ്പറേറ്റർ റീജിയനിലേക്ക് ബൈൻഡ് ചെയ്ത് ഈ ജീനെ എക്സ്പ്രസ് ചെയ്യുന്നത് തടയും. ക്ലിയർ ആകുന്നുണ്ടോ? ഈ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നവർ എങ്ങനെയാണ് തടയുന്നത്? ഈ പ്രൊമോട്ടറിലേക്ക് ആര് വന്ന് ബൈൻഡ് ചെയ്യണം? പ്രൊമോട്ടറിലേക്ക് RNA പോളിമറേസ് വന്ന് ബൈൻഡ് ചെയ്യേണ്ട സൈറ്റാണ്. RNA പോളിമറേസിനെ അവിടെ ബൈൻഡ് ചെയ്യാൻ ആരും അനുവദിക്കത്തില്ല?
ഈ റെഗുലേറ്ററി പ്രോട്ടീൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ റെഗുലേറ്ററി പ്രോട്ടീനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് റിപ്രസർ പ്രോട്ടീൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ റെഗുലേറ്ററി പ്രോട്ടീൻ ഈസ് നോൺ ആസ് റിപ്രസർ പ്രോട്ടീൻ. വൈ? ബിക്കോസ് ദാറ്റ് ഡസ് നോട്ട് പ്രൊമോട്ട് ദ ബൈൻഡിങ് ഓഫ് RNA പോളിമറൈസ് ഇൻ ടു പ്രൊമോട്ടർ റീജിയനിലേക്ക് RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യുന്ന ആര് തടയും? ഈ പറയുന്ന റെഗുലേറ്ററി പ്രോട്ടീൻസ് തടയും. അതുകൊണ്ട് ഇവിടെ റെഗുലേറ്ററി പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് റിപ്രസർ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, അങ്ങനെയാകുമ്പോൾ ഈ ജീൻ എക്സ്പ്രസ് ചെയ്യുമോ? ഈ ജീൻ എക്സ്പ്രസ് ചെയ്യുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ജീൻ എക്സ്പ്രസ് ചെയ്തിരിക്കാൻ കാരണം എന്താണ്? അതെങ്ങനെയാണ് അവർ തടഞ്ഞിരിക്കുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ നടക്കാതെ തടഞ്ഞിരിക്കുകയാണ്. ട്രാൻസ്ക്രിപ്ഷൻ നടക്കാതെ തടയുക എന്ന് പറഞ്ഞാൽ RNA പോളിമറൈസ് വന്ന് പ്രൊമോട്ടറിലേക്ക് ബൈൻഡ് ചെയ്യാൻ ആരനുവദിക്കുന്നില്ല? റെഗുലേറ്ററി പ്രോട്ടീൻസ് അല്ലെങ്കിൽ റിപ്രസർ പ്രോട്ടീൻ അനുവദിക്കുന്നില്ല, അല്ലേ? അപ്പോൾ നോക്കിയാൽ മക്കളെ, അപ്പോൾ ഇവിടെ ഇവരെന്താ തടഞ്ഞിരിക്കുന്നത്? ഇവിടെ ട്രാൻസ്ക്രിപ്ഷനാണ് തടഞ്ഞിരിക്കുന്നത്, അല്ലേ? അതേസമയം നിങ്ങൾ നോക്കി, ഇവിടെ mRNA ഉണ്ടായിക്കഴിഞ്ഞ് mRNA പ്രോട്ടീനായിട്ട് മാറുന്നതാണ് തടയുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ? ട്രാൻസ്ക്രിപ്ഷനാണ് തടയുന്നത് പറയാൻ പറ്റുമോ? ഇല്ല, ട്രാൻസ്ലേഷനാണ് തടയുന്നതെന്ന് പറയണം അന്നേരം, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് പറയാം, ഈ RNA റിപ്രസർ പ്രോട്ടീൻ വന്ന് നേരെ ഓപ്പറേറ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യുന്ന കാരണം RNA പോളിമറൈസ് എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷന് സഹായിക്കുന്ന എൻസൈം വന്ന് ഇവിടേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്ന പ്രൊമോട്ടറിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്ന ആര് തടയും? റിപ്രസർ പ്രോട്ടീൻ തടയും. തടഞ്ഞു കഴിഞ്ഞാൽ എന്ത് നടക്കത്തില്ല? ട്രാൻസ്ക്രിപ്ഷൻ നടക്കത്തില്ല. പിടികിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലാക്കോപ്രോൺ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ക്രിപ്ഷനെ റെഗുലേറ്റഡ് സിസ്റ്റമാണ്. അത് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം. അതല്ലാതെ തന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ അറിഞ്ഞിരിക്കണം, പ്രോക്യാരിയോട്സിലെ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്ത് ലെവലാണ്? ട്രാൻസ്ക്രിപ്ഷൻ ലെവലാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ സമയം യൂക്യാരിയോട്സിലേക്ക് വരുമ്പോൾ അത് മൾട്ടിപ്പിൾ ലെവലാണ്. അത് നമ്മൾ കൺസെപ്റ്റിൽ അല്ലെങ്കിൽ നമ്മളത് അറിഞ്ഞിരിക്കേണ്ട ഒരു തിയറിയാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ലാക്കോപ്രോണിനകത്ത് അതേ സംഭവം കാണാൻ പറ്റും. ലാക്കോപ്രോൺ എന്ന് പറയുന്നത് ബാക്ടീരിയയിൽ മാത്രം കാണുന്ന ഒരു റെഗുലേറ്ററി സിസ്റ്റമാണ്, ഒരു ജീനാണ്. അപ്പോൾ അവിടെ ഒരു പോളിസിസ്റ്റോണിക് ജീനാണ്. അവിടെ നമ്മൾ കൃത്യമായിട്ട് കാണുകയാണ് ഈ റിപ്രസർ പ്രോട്ടീൻ ചെന്ന് ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യുന്ന കാരണം എന്ത് നടക്കുന്നില്ല? ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നില്ല. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനാണ് അവിടെ റെഗുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇനിയും അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ലാക്കോപ്രോൺ ഹാസ് ടു ബി പ്രസന്റ്, ലാക്കോപ്രോൺ ഹാസ് ടു ബി ഓപ്പറേഷണൽ എന്താണ്? ഇൻ വെരി ലോ ലെവൽ, അറ്റ് വെരി ലോ ലെവൽ ഇൻ ദ ബാക്ടീരിയൽ സെൽ ഓൾ ദ ടൈം ജസ്റ്റിഫൈ. ഓക്കെ, വളരെ നല്ലൊരു ചോദ്യമാണ്. ശ്രദ്ധിച്ച മക്കളെ, ഈ എന്താണ് ഈ ലാക്കോപ്രോൺ എന്ന് പറയുന്നത്? ലാക്കോപ്രോൺ ശരിക്കും ലാക്ടോസ് മെറ്റബോളിസത്തിന് സഹായിക്കുന്ന ഒരു ഓപ്രോണാണ്. ഓക്കെ, ലാക്കോപ്രോൺ എന്ന് പറയുന്നത് ലാക്ടോസ് മെറ്റബോളിസത്തിന് സഹായിക്കുന്ന ഒരു ഓപ്രോണാണ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 3 ജീനുകളാണുള്ളത്. Z ജീനുണ്ട്, Y ജീനുണ്ട്, A ജീനുണ്ട്. ഈ Z ജീൻ എന്തുണ്ടാക്കുന്നതാണ്? ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസുമായിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എൻസൈമാണ് എന്ന് പറയുന്നത് ബീറ്റ ഗാലക്ടോസിഡേസ്. ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസുമാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു എൻസൈമാണ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്നത്. അപ്പം ഈ ബീറ്റ ഗാലക്ടോസിഡേസിനെ ഉണ്ടാക്കുന്ന ഒരു ജീനാണെന്ന് പറയുന്നത് Z ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും Y ജീൻ എന്ന് പറയുന്നത് എന്താ? Y ജീൻ എന്ന് പറയുന്നത് പെർമിയേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. എന്താണ് മക്കളെ പെർമിയേസ് എന്ന് പറഞ്ഞാൽ? ഒരു ബാക്ടീരിയൽ സെല്ലിനകത്തേക്ക് ലാക്ടോസ് കടന്നു വരാൻ അതിന് പെർമിയബിലിറ്റി കൊടുക്കുന്ന ഒരു എൻസൈമാണ് എന്ന് പറയുന്നത് പെർമിയേസ്. ഓക്കെ, അപ്പോൾ പെർമിയേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് പ്രൊവൈഡ് പെർമിയബിലിറ്റി ടു ദ മെംബ്രെയിന് പെർമിയബിലിറ്റി കൊടുക്കുകയാണ് ഫോർ ദ എൻട്രി ഓഫ്, എന്തിൻ്റെ എൻട്രി ആണ്? ഫോർ ദ എൻട്രി ഓഫ് ലാക്ടോസ് അകത്തോട്ട് കയറാൻ വേണ്ടി. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇനി മൂന്നാമത് ഒരു എൻസൈം ഉണ്ട്, ട്രാൻസ് അസറ്റൈലേസ്. ഇങ്ങനെ 3 എൻസൈംസ് ആണ് ഇവിടെ ഫോം ചെയ്യുക. ഇനിയും നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 3 എൻസൈം, ഇപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻസ് മനസ്സിലായല്ലോ. ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കാൻ ആര് വേണം? ബീറ്റ ഗാലക്ടോസിഡേസ് വരണം. ഓക്കെ, അതേപോലെ പെർമിയേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലാക്ടോസിന് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ, അല്ലേ? പെർമിയേസ് ആണ് മെംബ്രെയിൻ എന്ത് കൊടുക്കുക? പെർമിയബിലിറ്റി കൊടുക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? അത് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പെർമിയേസ് ഗിവ്സ് പെർമിയബിലിറ്റി ടു ദ ബാക്ടീരിയൽ സെൽ ഫോർ ദ എൻട്രി ഓഫ് ലാക്ടോസ്. ലാക്ടോസിന് അകത്തോട്ട് കയറാൻ പെർമിയബിലിറ്റി കൊടുക്കുന്ന ആരാണ് മക്കളെ? പെർമിയേസ് എന്ന് പറയുന്ന എൻസൈമാണ്, അല്ലേ? അപ്പോൾ നോക്കിക്കേ, അപ്പോൾ ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കുറച്ച് കാര്യം ഇവിടെ പറയാനുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കിയേ, ഇവിടെ നിങ്ങൾ ഈ ലാക്കോപ്രോണിലേക്ക് ആ ഫിഗറിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. ആ ഫിഗറിലേക്ക് നോക്കുമ്പോൾ ഇവിടുന്ന് നമ്മുടെ റിപ്രസർ mRNA എന്ന് പറയുന്നത് എന്താ? റിപ്രസർ പ്രോട്ടീൻ, അല്ലെ? റിപ്രസർ പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താ? റെഗുലേറ്ററി പ്രോട്ടീൻ നേരെ പോയി ഓപ്പറേറ്ററിൽ പോയി ബൈൻഡ് ചെയ്ത് പ്രൊമോട്ടറിലേക്ക് RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യുന്ന മുന്നോട്ട് നീങ്ങുന്നത് തടയുന്നു. തടഞ്ഞു കഴിഞ്ഞാൽ എന്ത് നടക്കത്തില്ല? ട്രാൻസ്ക്രിപ്ഷൻ നടക്കത്തില്ല. അത് തടയുന്ന എൻസൈം ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ, പ്രോട്ടീൻ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുക? റിപ്രസർ എന്ന് വിളിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആ റിപ്രസർ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം, ഓപ്പറേറ്ററിൽ ഇരിക്കുന്നിടത്തോളം കാലം ആർക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല? പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്ത് RNA പോളിമറൈസിനെ മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല. അത് മുന്നോട്ട് നീങ്ങാത്തിടത്തോളം കാലം എന്ത് നടക്കത്തില്ല? ട്രാൻസ്ക്രിപ്ഷൻ നടക്കത്തില്ല. പിടികിട്ടുന്നുണ്ടോ? പക്ഷേ ഇതിനെ
എന്ത് ചെയ്യാം, ഇനാക്ടിവേറ്റഡ് ആക്കാം, ഇതിനെ ഇനാക്റ്റീവ് ആക്കാം. ഏത്, ഈ റിപ്രസർ പ്രോട്ടീൻ ഇനാക്റ്റീവ് ആകാം. ആര് വരുമ്പോഴാണ് റിപ്രസർ പ്രോട്ടീൻ ഇനാക്റ്റീവ് ആകുന്നത്? സാക്ഷാൽ ലാക്ടോസ് വരുമ്പോഴാണ് ഇത് ഇനാക്റ്റീവായിട്ട് മാറുന്നത്. അപ്പോൾ ലാക്ടോസിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഇൻഡ്യൂസർ ഓഫ് ലാക് ഓപ്രോൺ എന്ന് വിളിക്കുക. ലാക്ടോസ് ആണ് വന്ന് എന്തിനെ ഇൻഡ്യൂസ് ചെയ്യുന്നത്? ഇതിനെ ഇൻഡ്യൂസ് ചെയ്ത് ഓപ്രോണിനെ ഓൺ ആക്കുന്നത്, അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചേ, അപ്പോൾ ലാക്ടോസ് അകത്തോട്ട് കയറി ഇവിടെ ഇരിക്കുന്ന റിപ്രസർ പ്രോട്ടീനെ പിടിച്ചു മാറ്റുമ്പോൾ ലാക് ഓപ്രോൺ ഓൺ ആകും. ഓണായി കഴിയുമ്പോൾ RNA പോളിമറേസ് പ്രൊമോട്ടറിലേക്ക് ബൈൻഡ് ചെയ്ത് പതുക്കെ മുൻപോട്ട് നീങ്ങി ZYA ജീനുകളെ ട്രാൻസ്ക്രൈബ് ചെയ്ത് ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയസ്, ട്രാൻസ് അസറ്റൈലേസ് പോലുള്ള എൻസൈംസ് ഉണ്ടാക്കും. ഓക്കെ, അങ്ങനെയാണ് ഇത് ഓൺ ആകുന്നത്. ക്ലിയർ ആണെന്ന് മക്കളെ? അപ്പോൾ ശ്രദ്ധിച്ചേ. അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ലാക്ടോസ് അകത്തോട്ട് കയറണം. ഇതിപ്പോൾ ഒരു ബാക്ടീരിയൽ സെല്ലിനകത്തിരിക്കുന്നതാണ്, അല്ലെ? ലാക്ടോസ് ബാക്ടീരിയക്ക് അകത്തോട്ട് കയറിയെങ്കിൽ മാത്രമേ ലാക് ഓപ്രോൺ ഓൺ ആവത്തുള്ളൂ, അല്ലെ? എങ്ങനെ ഓണാവും? ലാക്ടോസ് അകത്തോട്ട് കയറി നമ്മുടെ റിപ്രസർ പ്രോട്ടീനെ ഇനാക്റ്റീവ് ആക്കുമ്പോൾ RNA പോളിമറേസ് പ്രൊമോട്ടറിലേക്ക് ബൈൻഡ് ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടക്കും. എന്ത് നടക്കും? നമുക്ക് അവിടുന്ന് mRNA ഫോം ചെയ്യും. ആ mRNA എന്തായിട്ട് മാറും? പ്രോട്ടീനായിട്ട് മാറും, അല്ലേ? ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മൾ എന്താ പഠിച്ചേ? പെർമിയേസ് വേണം. എന്തിനു വേണ്ടിയിട്ട്? പെർമിയബിലിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെ? ആ പെർമിയബിലിറ്റി ഉണ്ടായെങ്കിലല്ലേ ലാക്ടോസ് അകത്തോട്ട് കയറത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ഈ ലാക്ടോസ് ഈ ലാക് ഓപ്രോൺ ഓണായി പെർമിയേസ് ഉണ്ടായെങ്കിലേ ലാക്ടോസിന് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ ഇത് ഓണാക്കാൻ ഇതിനു മുമ്പേ ലാക്ടോസ് എങ്ങനെ അകത്തോട്ട് കയറി? ക്ലിയർ ആണോ? അതാണ് ചോദ്യം. നോക്കിയാൽ മക്കളെ, ലാക് ഓപ്രോൺ ഓൺ ആകണമെങ്കിൽ ലാക്ടോസ് വേണം. ഓണായി കഴിഞ്ഞാലേ പെർമിയസ് ഉണ്ടാകത്തുള്ളൂ. പെർമിയസ് ഉണ്ടായാലും ഇവർക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പെർമിയസ് ഉണ്ടാവുന്നതിന് മുമ്പേ ഇത് ഓണാക്കാൻ എങ്ങനെ ലാക്ടോസ് അകത്തോട്ട് കയറി? അതാണ് നമ്മുടെ ചോദ്യം. കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്, അല്ലേ? അതിനാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ഓഫായി ഓണായി എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ആവുന്നു ഓൺ ആവുന്നു ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? ചില ലോ ലെവലിലുള്ള ജീൻ എക്സ്പ്രഷൻസ് എപ്പോഴും സെല്ലിനകത്ത് നടന്നുകൊണ്ടേയിരിക്കും, അല്ലേ? ഇപ്പം നമ്മൾ ഓഫായി ഓണായി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ ഒരു കോൺസെപ്റ്റ് പറയാം. നിങ്ങൾ വീട്ടിൽ ലീക്കുള്ള നല്ല നൂല് പോലെ വെള്ളം പോകുന്ന ലീക്കുള്ള ചില ടാപ്പുകളുണ്ട്, അല്ലേ? ചില ടാപ്പുകൾ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ലീക്കുണ്ട്. അപ്പോൾ നൂല് പോലെ വെള്ളം പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു ടാപ്പ് നിങ്ങൾ അടച്ചു എന്ന് വിചാരിക്കാം. അടച്ചു എന്ന് കരുതി അത് അടഞ്ഞോ? ഇല്ല. എന്ത് സംഭവിക്കും? അതിനകത്ത് ലീക്കായിട്ട് ഇങ്ങനെ വെള്ളം പോയിക്കൊണ്ടേ ഇരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്മൾ വെള്ളം ഓണാണ്, ടാപ്പ് ഓണാണോ? അല്ല, പക്ഷേ ലീക്ക് ചെയ്ത് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? നിങ്ങളൊരു 5, 6, 7 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഒന്നും ഒരു അല്പം പോലും വെള്ളമില്ലായിരുന്ന ബക്കറ്റ് നിറഞ്ഞ് തുളുമ്പിയിരിക്കുന്ന കാണാം. ഇങ്ങനെ ലീക്ക് ചെയ്ത് വെള്ളം പോയതാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞ പോലെ ലാക് ഓപ്രോൺ ഓഫ് ആയി എന്ന് പറയുമ്പോഴും വളരെ ലോ ലെവൽ ഓഫ് ജീൻ എക്സ്പ്രഷൻ ദാറ്റ് വിൽ ടേക്സ് പ്ലേസ് ഓൾവേസ് ഇൻസൈഡ് ദ സെൽ. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പോൾ അതാണ് ആ ചോദ്യത്തിൽ ചോദിച്ചത്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ദ ലാക് ഓപ്രോൺ ഹാസ് ടു ബി ഓപ്പറേഷണൽ അറ്റ് വെരി ലോ ലെവൽ ഇൻ ദ ബാക്ടീരിയൽ സെൽ. അപ്പോൾ എപ്പോഴും ബാക്ടീരിയൽ സെൽ ഇത് വളരെ ലോ ലെവലിൽ നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും സെല്ലിനകത്ത് ബീറ്റാ ഗാലക്ടോസിഡേസും പെർമിയേസും ട്രാൻസ് അസറ്റൈലേസും പോലെയുള്ള എൻസൈമുകൾ വളരെ ചുരുങ്ങിയ അളവിൽ ഉണ്ടായിരിക്കും. ക്ലിയർ ആയോ? അടുത്ത നോക്കിക്കേ, വൈ ഇസ് ദ റെഗുലേറ്റർ ജീൻ ഇൻ ദ ലാക് ഓപ്രോൺ regulator gene, the lac opron marked as I gene. I stands for എന്താണ്? I stands for inhibitory gene. Inhibitory gene, അല്ലേ? ഞാൻ പറഞ്ഞു ഈ I ജീനിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീൻ നമ്മൾ റിപ്രസർ പ്രോട്ടീൻ ആണ് വിളിക്കുക. ആ റിപ്രസർ പ്രോട്ടീൻ വന്ന് നേരെ വന്ന് എങ്ങോട്ടാണ് മക്കളെ ബൈൻഡ് ചെയ്യുന്നത്? നമ്മുടെ ആ സ്ട്രക്ചറൽ ജീനിൻ്റെ ഓപ്പറേറ്ററിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യും, അല്ലേ? ഓപ്പറേറ്ററിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ അത് മൊത്തം എന്തായി പോകും? അത് ഇനാക്റ്റീവായി പോവുകയാണ്, അല്ലേ? അതിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ്, അതിനെ ഓൺ ആക്കാതെ ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ജീൻ എക്സ്പ്രഷൻ അവർ ഇൻഹിബിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ആ ജീനെ എന്ത് പേര് വിളിക്കുക? ഇൻഹിബിറ്ററി പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീൻ അല്ലെങ്കിൽ റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീൻ എന്നുള്ള അർത്ഥത്തിൽ ഐ ജീൻ എന്ന് വിളിക്കാം. ഓക്കെ, അടുത്തത് ഡ്രോ എ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ലാക് ഓപ്രോൺ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ ഇൻ ദ കൾച്ചർ മീഡിയം ഓഫ് ബാക്ടീരിയ. ഇൻഡ്യൂസർ എന്ന് പറഞ്ഞാൽ ആരാണ് മക്കൾ? ഇൻഡ്യൂസർ ലാക്ടോസ്, അല്ലേ? ലാക്ടോസ് ആണ് റിപ്രസർ പ്രോട്ടീൻ ഇനാക്റ്റീവ് ആക്കിയിട്ട് ലാക് ഓപ്രോണിന്റെ എക്സ്പ്രഷൻ നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് ലാക്ടോസ് അല്ലെങ്കിൽ അല്ലോ ലാക്ടോസ്. ലാക്ടോസിന്റെ ഒരു അലോമറിക് ഫോം ആണ് അല്ലോ ലാക്ടോസ്. ലാക്ടോസിനെയും അല്ലോ ലാക്ടോസിനെയുമാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? നമ്മൾ ഇൻഡ്യൂസർ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇൻഡ്യൂസർ ഇല്ലെങ്കിൽ ഇവിടേക്ക് ബൈൻഡ് ചെയ്യത്തില്ല, റിപ്രസറിലേക്ക് ബൈൻഡ് ചെയ്യത്തില്ല, അല്ലേ? റിപ്രസറിലേക്ക് ബൈൻഡ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന റിപ്രസർ ഇനാക്റ്റീവ് ആകണമെങ്കിൽ ആര് വരണം? ലാക്ടോസ് എന്ന് പറയുന്ന ഇൻഡ്യൂസർ വരണം. ലാക്ടോസ് ആകാം അല്ലെങ്കിൽ അല്ലോ ലാക്ടോസ് ആകാം. ഓക്കെ, ലാക്ടോസ് ഓർ അല്ലോ ലാക്ടോസ് എന്താണ്?
ഇൻഹിബിറ്റ് അല്ലെങ്കിൽ ലാക്ടോസ് ആർ ലാക്ടോസ് ഫോംസ് എ കോമ്പിനേഷൻ വിത്ത് ഇറിവേഴ്സിബിൾ കോമ്പിനേഷൻ വിത്ത് റിപ്രസറുമായിട്ട് ഒരു ഇറിവേഴ്സിബിൾ കോമ്പിനേഷൻ ഫോം ചെയ്ത് അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് മോളിക്കുലായിട്ട് അവർ മാറും. അങ്ങനെ വരുമ്പോൾ റിപ്രസർ ഇനാക്റ്റീവ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് റിപ്രസർ ഇല്ലാത്തൊരു ഡയഗ്രം ഇൻഡ്യൂസർ ഇല്ലാത്തൊരു ഡയഗ്രം വരയ്ക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡ്യൂസർ ഇല്ലാത്ത ഒരു ഡയഗ്രം ഇതാണ്. നോക്കിക്കേ, ഇൻഡ്യൂസർ ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന റിപ്രസർ പ്രോട്ടീൻ നേരെ ഇവിടെ പോയി ബൈൻഡ് ചെയ്യും, ഓപ്പറേറ്ററിൽ പോയി ബൈൻഡ് ചെയ്യും. ഓപ്പറേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഈ ജീൻ എക്സ്പ്രഷൻ വല്ലതും നടക്കുമോ? ഇല്ല. ഇനിയും ഓൺ ആവുന്ന ഡയഗ്രം ഒന്ന് കാണിക്കാമോ? ഇതാണ് ഓൺ ആവുന്ന ഡയഗ്രം. നോക്കിയാൽ മക്കളെ, ഇത് ഓൺ ആയിട്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചേ, ഇവിടെ ഈ റിപ്രസർ പ്രോട്ടീനിലേക്ക് ആര് വന്ന് ബൈൻഡ് ചെയ്യുന്നു? ഇൻഡ്യൂസർ. ഓറഞ്ച് കളറിലെ ഇൻഡ്യൂസർ വന്ന് ബൈൻഡ് ചെയ്യുന്നു. ആരാണ് ഇൻഡ്യൂസർ? ലാക്ടോസ് ഓർ അല്ലോ ലാക്ടോസ്. അത് ബൈൻഡ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? ഓൺ ആയിട്ട് മാറുന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിനകത്ത് നിന്ന് ഉറപ്പായിട്ടും ഒരു ചോദ്യം നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യാതൊരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. ഈ പറഞ്ഞ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. The rate of formation of new organic matter by consumers and the biomass available for the consumption of herbivores as well as decomposers are referred to as. Okay, പറയാമോ? നമ്മൾ ചോദ്യം ഇതാണ്, റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ കൺസ്യൂമേഴ്സ് ഉണ്ടാക്കുന്ന ന്യൂ ഓർഗാനിക് മാറ്റർ. ഓക്കെ, നമുക്കറിയാം നമുക്ക് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കുന്ന ഓർഗാനിക് മാറ്റർ ഉണ്ട് അല്ലേ? ഫോട്ടോസിന്തസിസ് വഴി പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കുന്ന ഓർഗാനിക് മാറ്റർ ഉണ്ട്. ആ ഓർഗാനിക് മാറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കുന്ന ഓർഗാനിക് മാറ്റർ. ആ ഒരു പ്രോസസ് നമുക്ക് എന്ത് വിളിക്കാം? പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കാം അല്ലേ? ഇനിയും ചോദിച്ചിരിക്കുന്നത് കൺസ്യൂമേഴ്സ് ഉണ്ടാക്കുന്നതാണ്. ആൻഡ് ബയോമാസ് അവൈലബിൾ ഫോർ കൺസപ്ഷൻ ഓഫ് ഹെർബിവോഴ്സ് അല്ലേ? ഹെർബിവോഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? പ്ലാന്റ്സ് പ്രൊഡ്യൂസേഴ്സ് ആണ് അല്ലേ? ആ പ്ലാന്റ്സ് സൺലൈറ്റിൻ്റെയൊക്കെ എനർജി ഒക്കെ എടുത്ത് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി എന്തുണ്ടാക്കിയെടുക്കുന്നു? കുറച്ച് കാർബോഹൈഡ്രേറ്റും ഗ്ലൂക്കോസും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നു അല്ലേ? ആ ഉണ്ടാക്കിയെടുക്കുന്ന അളവ് നമുക്ക് എന്ത് വിളിക്കാം? GPP എന്ന് വിളിക്കാം, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അതിൽ നിന്നും കുറച്ച് ഭാഗം അവർ എനർജിക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യും അല്ലേ? കുറേ ഭാഗം അവർക്ക് അവരുടെ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും അവർ ഉപയോഗിക്കാൻ നമ്മൾ റെസ്പിറേഷൻ ലോസ് എന്ന് വിളിക്കുക, റെസ്പിറേറ്ററി ലോസ് എന്ന് വിളിക്കുക. അപ്പോൾ GPP -R എന്ന് പറഞ്ഞാൽ എന്താണ്? NPP ആണ്. NPP എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കി വന്ന ശേഷിച്ച എനർജിയാണ് അല്ലേ? അതായത് നമ്മൾ കുറച്ച് ഇപ്പം നമ്മൾ വീട്ടിലൊരു കൃഷി ചെയ്യാമെന്ന് വിചാരിക്കാം, നെൽകൃഷി ചെയ്യുന്നു. അപ്പോൾ ഒരു വർഷം ഞാനൊരു 50 ക്വിൻ്റൽ നെല്ല് ഞാൻ കൃഷി ചെയ്തെടുക്കുകയാണ്. അതിൽ ഒരു 30 ക്വിൻ്റൽ എനിക്ക് വീട്ടിൽ ആവശ്യമായിട്ട് വന്നു, ഞാൻ വീട്ടിലെടുത്തു. ഓക്കെ, ബാക്കി 20 ക്വിൻ്റൽ നെല്ല് ഞാൻ എന്ത് ചെയ്യാണ്? മാർക്കറ്റിൽ കൊടുക്കുകയാണ് അല്ലേ? എന്ന് പറയുന്ന പോലെ ടോട്ടൽ ഞാൻ ഉണ്ടാക്കിയ എനർജിയാണ് GPP പ്രൊഡക്ടിവിറ്റി അല്ലേ? അതിൽ നിന്ന് ഞാൻ എന്ത് നടത്തുന്നു? എനിക്ക് ആവശ്യമുള്ള എടുക്കുന്നത് ദാറ്റ് ഈസ് റെസ്പിറേറ്ററി ലോസ്. ബാക്കി അടുത്ത ആൾക്ക് കൊടുക്കാൻ ഞാൻ വെച്ചിരിക്കുന്നതാണ് NPP, നെറ്റ് പ്രൈമറി. ആ NPP അല്ലെങ്കിൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആണ് ആര് കഴിക്കുന്നത്? ഹെർബിവോഴ്സ് കഴിക്കുക, ഹെർബിവോഴ്സ് അല്ലേ? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മനസ്സിലാകുന്നുണ്ടോ? ഇനിയും ഈ ഹെർബിവോഴ്സ് കഴിച്ചു കഴിയുമ്പോൾ അവരിലേക്ക് ഈ എനർജി വരികയാണ്, NPP അവരിലേക്ക് വരികയാണ്. അപ്പോൾ NPP അവരിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ അതിനകത്തുനിന്ന് കുറച്ച് എനർജി ഒക്കെ ഉപയോഗിച്ചിട്ട് ബാക്കി വെക്കും അല്ലേ? ബാക്കി അവരുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തു. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഗ്രാസ്, ആ ഗ്രാസ് ലൈറ്റ് എനർജി ഒക്കെ ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസ് ഒക്കെ നടത്തി കുറച്ച് ഫുഡ് ഉണ്ടാക്കി. അതിന് നമ്മൾ GPP എന്ന് വിളിക്കും. അതിനകത്ത് നിന്ന് കുറച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചു, അതിനെ R എന്ന് വിളിക്കും. അതിനുശേഷം ബാക്കി വന്നതിന് നമ്മൾ NPP എന്ന് വിളിക്കുകയാണ്. ഈ NPP ആണ് ആര് വന്ന് കഴിക്കുന്നത്? ഒരു റാബിറ്റ് വന്ന് കഴിക്കുന്നു. കുറേ പുല്ല് റാബിറ്റ് കഴിക്കുമ്പോൾ NPP ആണ് ഉള്ളിലേക്ക് ചെല്ലുക. ആ ഉള്ളിലേക്ക് ചെല്ലുന്ന NPP ഈ റാബിറ്റ് ഉപയോഗിക്കും, കുറച്ചൊക്കെ റാബിറ്റ് ഉപയോഗിച്ചിട്ട് ബാക്കി റാബിറ്റിൻ്റെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും അല്ലേ? പ്ലാന്റ്സ് ഉണ്ടാക്കിയതിനെ നമ്മൾ എന്ത് വിളിച്ചു? പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വിളിച്ചു. ഈ ഹെർബിവോർ ഉണ്ടാക്കുന്ന നമ്മൾ എന്ത് വിളിക്കാം? സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കാം. അപ്പോൾ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ആണ് ദ ഓർഗാനിക് മാറ്റർ ബൈ ദ കൺസ്യൂമേഴ്സ്. ഓക്കെ, ഇനിയും ദ ബയോമാസ് അവൈലബിൾ ഫോർ ദ കൺസംപ്ഷൻ ഓഫ് ഹെർബിവോഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് എന്താണ്? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ NPP. ഇതാണ് ഹെർബിവോഴ്സ് കഴിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതായിട്ട് വരും? ഓപ്ഷൻ C. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നോക്കിക്കേ, അസർഷൻ റീസൺ ഇതാണ്, ശ്രദ്ധിക്കുക. Indian government has set up an organization known as GEAC to decide the validity of GM research. Statement ശരിയല്ലേ? അസർഷൻ ശരിയാണ്. ഓക്കെ, റീസൺ നോക്കുക. ജനറ്റിക് മോഡിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ് ഹാസ് നോ ഇഫക്ട് വെൻ സച്ച് ഓർഗാനിസംസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ എക്കോസിസ്റ്റം. ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഇക്കോസിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഒരു കുഴപ്പവും ഇല്ലെന്നാണ് പറയുന്നത്. ആണോ? അല്ല.
അല്ലേ? അതായത് നമുക്കറിയാം ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒരു എക്കോസിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ക്രിയേറ്റ് അൺപ്രഡിക്റ്റബിൾ റിസൾട്ട്സ് ഇൻ എക്കോസിസ്റ്റം. ഓക്കെ, നമ്മൾ ചിലതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതായിരിക്കാം, പക്ഷേ സ്റ്റഡി ചെയ്യാത്തതും മനസ്സിലാക്കാത്തതും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്തതുമായിട്ടുള്ള റിസൾട്ടുകൾ എവിടെ ഉണ്ടാകാം? നമ്മുടെ എക്കോസിസ്റ്റത്തിൽ ഉണ്ടാകാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ അവിടെ സ്റ്റേറ്റ്മെന്റ് ശരിയാകണമെങ്കിൽ എങ്ങനെ പറയണം? ജനറ്റിക് മോഡിഫിക്കേഷൻസ് ഓഫ് ഓർഗാനിസംസ് ഹാസ് ഇഫക്റ്റ് as direct or indirect effect on organisms that are introduced into ഇക്കോസിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ജനറ്റിക് മോഡിഫിക്കേഷൻ നടത്തിയ ഓർഗാനിസംസിന് ഇക്കോസിസ്റ്റത്തിൽ എന്തുണ്ടാവാം? ഇഫക്റ്റുകൾ ഉണ്ടാവാം. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ GESC എന്താ? GESC ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അസർഷൻ കറക്റ്റ് ആണ്, റീസൺ ഫോൾസ് ആണ്. ഓക്കെ, അസർഷൻ ഈസ് കറക്റ്റ്, റീസൺ ഈസ് ഫോൾസ്. അടുത്ത ചോദ്യം ഇതാണ്, വാട്ട് ആർ ട്രാൻസ്ജെനിക് ആനിമൽസ്? എന്താണ് ട്രാൻസ്ജെനിക് ആനിമൽസ്? നെയിം ദ ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്താണ് മക്കളെ ഒരു ട്രാൻസ്ജെനിക് ആനിമൽ എന്ന് പറഞ്ഞാൽ? എ ട്രാൻസ്ജെനിക് ആനിമൽ ഈസ് ആൻ ആനിമൽ ഹൂസ് ജീനോം ഹാസ് ബീൻ ആൾട്ടേർഡ് ബൈ ട്രാൻസ്ഫറിംഗ് ജീൻസ് ഫ്രം അതർ ഓർഗാനിസം. മറ്റൊരു ഓർഗാനിസത്തിൽ നിന്ന് ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഓർഗാനിസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്ജെനിക് ആനിമൽ എന്ന് വിളിക്കുക. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇക്കോളൈ ബാക്ടീരിയത്തിനകത്തേക്ക് നമ്മൾ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ജീനെ വെച്ച് കൊടുക്കുകയാണ്. ഇക്കോളൈ ബാക്ടീരിയ സാധാരണ ഇൻസുലിൻ ഉണ്ടാക്കുന്നതാണോ? അല്ല. ഇൻസുലിൻ എന്ന് പറയുന്നത് ഹയർ ഓർഗാനിസംസിൽ, ഹയർ ആനിമൽസിൽ കാണുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ, അല്ലേ? അത് ബാക്ടീരിയയ്ക്കില്ല. അപ്പോൾ ബാക്ടീരിയയ്ക്ക് ഇല്ലാത്ത ഒരു ജീനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ വെച്ച് കൊടുത്ത ആ ബാക്ടീരിയ കൊണ്ട് അവർക്ക് ഉണ്ടാവാത്ത ഒരു പ്രോട്ടീൻ, നമ്മൾ ഫോറിൻ പ്രോട്ടീനെ, നമ്മൾ ഫോറിൻ പ്രൊഡക്റ്റിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? അല്ല, അങ്ങനത്തെ ആനിമൽസിനെയാണ് നമ്മൾ വിളിക്കുക ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അവിടെ നോക്കിക്കേ, the process of introducing a gene into an organism is known as transgenesis. അല്ലേ? ആ ഒരു ജീനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ട്രാൻസ്ജെനിസിസ് എന്ന് വിളിക്കുക. ഇനിയും അടുത്ത് നോക്കിക്കേ, the gene that is transferred is called transgene. 3 ടേമുകളാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത്: ട്രാൻസ്ജെനിക് ആനിമൽ, ട്രാൻസ്ജെനസിസ്, ട്രാൻസ്ജീൻ. 3 ടേമുകളും ഓർത്തിരിക്കുക. ഓക്കെ, ഇനിയും നമ്മൾ രണ്ടാമത്തെ ആ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട്, വാട്ട് ഈസ് ദ ഫസ്റ്റ് അല്ലെങ്കിൽ നെയിം ദ ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ സ്റ്റേറ്റ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഏതാണ് ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ എന്ന് പറയുന്നത്? ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ എന്ന് പറയുന്നത് റോസിയാണ്. ഓക്കെ, എന്താണ് റോസിയുടെ ഇമ്പോർട്ടൻസ്? ദ മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ റോസി. റോസി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കൗ ആണ്, അല്ലേ? അപ്പോൾ നമുക്കറിയാം പലതരം മാമൽസ് ഉണ്ട്, എല്ലാ മാമൽസിനും മിൽക്ക് ഉണ്ട്, അല്ലേ? ഈ മിൽക്ക് കമ്പോണൻസ് ബേസിക്കലി ഡിഫറെൻ്റ് ആവുന്നത് എവിടെയാണ്? മിൽക്ക് പ്രോട്ടീൻസിലാണ്. ഇപ്പോൾ ബഫലോയുടെ മിൽക്കല്ല കൗവിനുള്ളത്, കൗവിൻ്റെ മിൽക്കല്ല ഗോട്ടിനുള്ളത്, ഗോട്ടിൻ്റെ മിൽക്കല്ല ക്യാമലിനുള്ളത്. ഇവരിലെല്ലാം പ്രോട്ടീൻ കണ്ടന്റ് ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ ടൈപ്പ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിൽ കാണുന്ന പ്രോട്ടീനാണ് ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ, അല്ലേ? ആ പ്രോട്ടീൻ നമുക്ക് എന്താണ് കൗവിൽ കിട്ടിയാൽ എന്തായിട്ട് മാറി? ഹ്യൂമൻ മിൽക്കായിട്ട് മാറി, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു കൗവിൻ്റെ സൈഗോട്ടിക് സ്റ്റേജിൽ അവരുടെ മിൽക്ക് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീൻ അങ്ങ് മാറ്റിയിട്ട് അത് അവിടെ എന്ത് വെച്ച് കൊടുത്തു? ഹ്യൂമൻ മിൽക്ക് പ്രോട്ടീൻ ആൽഫ ലാക്ടാൽബുമിൻ ഉണ്ടാക്കുന്ന ജീനെ വെച്ച് കൊടുത്തു. ക്ലിയർ ആണെന്നുണ്ടോ? ആ സൈഗോട്ട് വളർന്ന ഒരു പശുക്കുട്ടിയായിട്ട് മാറി. ആ പശുക്കുട്ടി വളർന്ന് വലുതായി നമ്മൾ അതിനൊരു പേരിട്ടു റോസി. റോസി പാല് തന്നപ്പോൾ ആ പാലിനകത്ത് എന്തുണ്ടായിരുന്നു? ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിനുള്ള ഹ്യൂമൻ മിൽക്കിന് സമമായിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടായിരുന്നു, അല്ലേ? അതായിരുന്നു ആ പ്രോട്ടീൻ്റെ ഇമ്പോർട്ടൻസ്. അതിൻ്റെ ആ ഒരു കോൺസെൻട്രേഷനോട് അറിഞ്ഞിരിക്കുക. 2.4 ഗ്രാം പെർ ലിറ്റർ ആണ് ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ എന്ന് പറയുന്ന ആ ഒരു പ്രോട്ടീൻ എവിടെയുള്ളത്? റോസി പശുവിൻ്റെ മിൽക്കിലുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നോക്കിക്കേ, ദ മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ബൈ ദ റോസി വാസ് മോർ ന്യൂട്രീഷണലി ബാലൻസ്ഡ് വിത്ത് ഹ്യൂമൻ മിൽക്ക് പ്രോട്ടീൻ ആൽഫ ലാക്ടാൽബുമിൻ ദാൻ റെഗുലർ കൗ മിൽക്ക്. സാധാരണ കൗ മിൽക്കിനെക്കാട്ടിലും ഹ്യൂമൻ മിൽക്ക് പ്രോട്ടീൻ ആഡഡ് ആയിട്ടുള്ള ഒരു മിൽക്കായിരുന്നു ആരുടേത്? റോസിയുടേത്. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ഇനിയും അടുത്ത ചോദ്യം നോക്കാം. നമ്മൾ ജീൻ തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, അസർഷൻ ഇതാണ്: A patient of ADA deficiency undergoing treatment for gene therapy requires periodic infusion of genetically engineered lymphocyte. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അപ്പം നമുക്കറിയാം അഡിനോസിൻ ഡിഅമിനേസ് എന്ന് പറയുന്നത് നമ്മുടെ ടി സെൽസിൻ്റെ ബി സെൽസിൻ്റെ ഒക്കെ മെച്യൂരിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഒരു എൻസൈമാണ്, അല്ലേ? അപ്പോൾ ആ എൻസൈം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സെൽസുകളൊന്നും മെച്യൂർ ആവത്തില്ല. മെച്യൂർ ആയാലും നമുക്ക് എന്ത് കിട്ടത്തില്ല? ഇമ്മ്യൂണിറ്റി കിട്ടത്തില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന 2-3 ടെക്നിക്കുകളുണ്ട്. കൺവെൻഷനലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. അതും ഒരു പെർമനന്റ് ക്യൂർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഏത് നിമിഷം വേണമെങ്കിലും ബോൺ മാരോ റിജക്റ്റഡ് ആവാം, നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ബോൺ മാരോ. അപ്പോൾ അതൊരു പെർമനന്റ് ക്യൂർ അല്ല.
രണ്ടാമത് നമ്മൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ എടുക്കുന്ന ഒരു ട്രഡീഷണൽ മെത്തേഡാണ് എൻസൈം തെറാപ്പി. എന്നാൽ നമുക്ക് എൻസൈം തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പീരിയോഡിക്കായിട്ട് അഡിനോസിൻ ഡിഅമിനേസ് എന്ന് പറയുന്ന എൻസൈം ഈ പേഷ്യൻറ്റിൻ്റെ ബോൺ മാരിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതും ഒരു പെർമനൻറ്റ് ക്യൂർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. മൂന്നാമത് നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, അത് കൺവെൻഷണൽ മെത്തേഡ് അല്ല, അത് ബയോടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷനാണ് ജീൻ തെറാപ്പി, അല്ലെങ്കിൽ നമുക്ക് റീകോമ്പിനന്റ് DNA ടെക്നിക്ക് എന്ന് വിളിക്കാം. അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ നിന്നും എന്ത് ഐസൊലേറ്റ് ചെയ്യും, ഒരു ലിംഫോസൈറ്റ് സെല്ലിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യും. എന്നിട്ട് മറ്റൊരു ഫങ്ഷണൽ ആയിട്ടുള്ള ADA ജീന് നമ്മൾ എടുക്കും. എന്നിട്ട് അതിൻ്റെ കോംപ്ലിമെൻ്ററി DNA ഉണ്ടാക്കി നമ്മൾ ഈ ലിംഫോസൈറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഈ ലിംഫോസൈറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യിച്ച് നമ്മൾ എവിടേക്ക് കൊടുക്കും, ആർട്ടിഫിഷ്യലി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യിച്ച് നമ്മൾ ഈ പേഷ്യൻ്റെ ബോൺ മാരിലേക്ക് ഇൻഫ്യൂസ് ചെയ്ത് കൊടുക്കും. ഈ ലിംഫോസൈറ്റ് സെൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെർമനൻറ്റ് സെൽസ് ആണ്. അവർക്ക് ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സെൽസ് ആണോ? അല്ല. അവർ കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്തു പോകും, നശിച്ചു പോകും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ലിംഫോസൈറ്റ്സ് എന്ന് നമ്മൾ ഇൻസേർട്ട് ചെയ്തെടുക്കുന്ന ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് പെർമനൻറ്റ് സെൽസ് ആണ്. ദേ ആർ സബ്ജക്റ്റഡ് ടു, അല്ലെങ്കിൽ അവർ എന്തിന് കാരണം ദേ വിൽ ബിക്കം മോർട്ടൽ. അവർ മോർട്ടലാണ്. ക്ലിയർ ആണല്ലോ? അവർ ഡെഡ് ആകുന്ന സെൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ RDNA ടെക്നിക്ക് നമുക്കൊരു ഈ ടൈപ്പിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പെർമനൻറ്റ് ക്യൂറായിട്ട് പറ്റണമെന്നില്ല. പിന്നെ അത് പെർമനൻറ്റ് ക്യൂർ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന റീകോമ്പിനന്റ് DNA ടെക്നിക്ക് നമ്മൾ ഏത് സ്റ്റേജിൽ ചെയ്യണം, ഏർലി എംബ്രിയോണിക് സ്റ്റേജിൽ ചെയ്യണമെന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ അസർഷൻ റീസണും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അസർഷൻ ഇങ്ങനെയാണ് പറയുന്നത്, അഡിനോസിൻ അല്ലെങ്കിൽ ADA ഡെഫിഷ്യൻസി ഉള്ള ഒരു പേഷ്യൻറ്റ് ജീൻ തെറാപ്പി അണ്ടർഗോണ്ട് ചെയ്യുമ്പോൾ പീരിയോഡിക്കായിട്ട് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ലിംഫോസൈറ്റ് ഇൻഫ്യൂസ് ചെയ്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്. ശരിയാണ്. അതിൻ്റെ റീസൺ എന്താ, നമ്മൾ ഇൻഫ്യൂസ് ചെയ്ത് കൊടുത്ത സെല്ല് കുറേ കഴിയുമ്പോൾ ചത്തുപോകും. അതായത് ദിസ് ലിംഫോസൈറ്റ്സ് ആർ ഇമ്മോർട്ടൽ എന്നാണ് പറയുന്നത്, അല്ലേ? പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ദീസ് സെൽസ് ആർ ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം, അത് മരണമില്ലാത്തത് എന്നാണ്, അല്ലേ? പക്ഷേ ദീസ് സെൽസ് ആർ ലിംഫോസൈറ്റ്സ് ആർ നോട്ട് ഇമ്മോർട്ടൽ എന്നാണ് പറയുന്നത്. നോട്ട് ഇമ്മോർട്ടൽ എന്ന് പറയുന്നത് എന്താ, മോർട്ടലാണ്, ഡെഡായി പോകുന്നത് എന്നാണ്, അല്ലേ? അപ്പോൾ ഇവിടെ അസർഷൻ കറക്റ്റാണ്, പക്ഷേ റീസൺ ഒരു നോട്ട് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു പോയി, തെറ്റിപ്പോയി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അസർഷൻ കറക്റ്റാണ്, റീസൺ ഫോൾസ് ആണ്. അപ്പോൾ NCERTയുടെ സ്റ്റേറ്റ്മെൻറ്റും അങ്ങനെ തന്നെയാണ്. നോക്കിയേ, ബിക്കോസ് ദീസ് ലിംഫോസൈറ്റ്സ് ആർ നോട്ട് ഇമ്മോർട്ടൽ എന്നാണ് പറയുന്നത്. നോട്ട് ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ, മോർട്ടലാണ്, ഡെഡ് ആകുന്നതാണ് എന്നാണ് അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? മരണമുള്ളത് എന്നാണ് അർത്ഥം. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? യെസ്. അടുത്ത് നോക്കുക, അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. The improved trait that is found in the genetically modified transgenic crop golden rice. ഗോൾഡൻ റൈസിനകത്ത് കാണുന്ന എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? ഗോൾഡൻ റൈസ് നമുക്കറിയാം വൈറ്റമിൻ A റിച്ചഡ് ആയിട്ടുള്ള എൻറിച്ച്ഡ് ആയിട്ടുള്ള റൈസാണ്. വൈറ്റമിൻ A എൻറിച്ച്ഡ് ആയിട്ടുള്ള റൈസാണ്. പക്ഷേ വൈറ്റമിൻ A അല്ല ഇതിനകത്തുള്ളത്. അതിനകത്ത് എന്താണുള്ളത്, വൈറ്റമിൻ Aയുടെ പ്രിക്കർസർ ആയിട്ടുള്ള ബീറ്റ കരോട്ടിൻ ആണുള്ളത്, അല്ലേ? ബീറ്റ കരോട്ടിൻ എന്താണ്, ഒരു ഗോൾഡൻ യെല്ലോ കളറുള്ള ഒരു കോമ്പൗണ്ട് ആണ്, ഒരു പിഗ്മെന്റ് ആണ് ബീറ്റ കരോട്ടിൻ. അതുകൊണ്ട് തന്നെയാണ് ആ റൈസിന് എന്ത് കളറായിരിക്കും, ഒരു ഗോൾഡൻ യെല്ലോ കളറായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഗോൾഡൻ റൈസ് എന്ന് വിളിക്കുക, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഹൈ ലൈസിൻ കണ്ടന്റ് ആണോ? അല്ല. ഇൻസെക്ട് റെസിസ്റ്റന്റ് ആണോ? അല്ല. ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ആണോ? അല്ല. പിന്നെ ഏതാണ്, ഹൈ വൈറ്റമിൻ A കണ്ടന്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പം യെസ്, അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിയ മക്കളെ, നമ്മുടെ ബോർഡ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് നല്ല കോൺസെപ്റ്റുകൾ, എസ്പെഷ്യലി നമ്മൾ മോളിക്കുലർ ബേസിസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ലാക്കോപ്രോണുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഡെപ്തിലുള്ള 1-2 കോൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ ജോർജ് ഗാമോവിൻ്റെ കോൺസെപ്റ്റിൻ്റെ പിന്നെ ഡെപ്തിലുള്ള ഒരു തിയറി. അപ്പോൾ നമുക്കറിയാം CBSE നിങ്ങളുടെ ബോർഡ് എക്സാമിന് നല്ല ക്വസ്റ്റ്യൻസ് ആണ്, ഇതുപോലെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ നമ്മൾ കോൺസെപ്റ്റ് പഠിക്കുക, ആ കോൺസെപ്റ്റിനെ ഈ തരത്തിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ള നമ്മൾ മെൻ്റലി തയ്യാറെടുക്കുക. ഇതുപോലത്തെ ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ബോർഡ് എക്സാമിന് ഉണ്ടായിരിക്കാം. എസ്പെഷ്യലി ഞാൻ അതുപോലത്തെ 2-3 ക്വസ്റ്റ്യൻസ് നമ്മുടെ മോളിക്കുലർ ബയോളജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, അല്ലേ? നിങ്ങളുടെ ബോർഡ് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. അപ്പോൾ ഇതുപോലത്തെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ടാവും. അത് നന്നായിട്ട് പഠിച്ച് ആ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് മനസ്സിലാക്കി നല്ല ഭംഗിയിൽ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് അതിന് ആൻസർ എഴുതാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ നന്നായിട്ട് NCERT ബേസിൽ വായിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ ബോർഡ് എക്സാമിന് എല്ലാവർക്കും ഫുൾ A1 കിട്ടട്ടെ, പ്രത്യേകിച്ച് ബയോളജിക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.